ഹലോ എവരിവൺ, സഹകാരി റേസ് പ്ലസിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കൾച്ചർ മീഡിയയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ കൾച്ചർ മീഡിയ, ഏതൊക്കെ ടൈപ്സ്? അപ്പോൾ 2 ക്ലാസ്സുകളിലായിട്ടായിരിക്കും നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് കൾച്ചർ മീഡിയയുടെ പലതരം വെറൈറ്റീസ്, അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. കൾച്ചർ മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ബാക്ടീരിയ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്ന മീഡിയയാണ് കേട്ടോ, ബാക്ടീരിയ. അപ്പോൾ ഈ കൾച്ചർ മീഡിയ എന്ന് പറയുന്ന സംഭവം കാരണം ബാക്ടീരിയ നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നു. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ലബോറട്ടറിയിലും ഒക്കെ ബാക്ടീരിയയുടെ ഗ്രോത്ത് നോക്കാനും ഏത് ബാക്ടീരിയ എന്ന് ഐഡന്റിഫൈ ചെയ്യാനും അതിൻ്റെ മോർട്ടലിറ്റി അങ്ങനെ പല കാര്യങ്ങൾ നോക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ കൾച്ചർ മീഡിയ. അപ്പോൾ എന്താണ് ഈ കൾച്ചർ മീഡിയ? ഇറ്റ് ഈസ് എ സബ്സ്റ്റൻസ് ദാറ്റ് സപ്പോർട്ട്സ് എ ബാക്ടീരിയൽ ഗ്രോത്ത് ഇൻ വിട്രോ. ഓക്കെ, അപ്പോൾ ബാക്ടീരിയയുടെ ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യുന്ന സംഭവത്തിനെയാണ് നമ്മൾ കൾച്ചർ മീഡിയ എന്ന് പറയുന്നത്. ഇത് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്? അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാ? ബൈ ആഡിങ് നെസസറി കെമിക്കൽസ് ആൻഡ് ഗ്രോത്ത് ഫാക്ടേഴ്സ് ഇൻ എക്സാക്ട് കോമ്പോസിഷൻ. നമ്മുടെ ലാബിൽ തന്നെ നമ്മൾ അങ്ങനത്തെ കണ്ടീഷൻസ് എല്ലാം കൊടുക്കും. അതിൻ്റേത് ആവശ്യമായ കെമിക്കൽസും ഗ്രോത്തിന് ആവശ്യമായ ഫാക്ടേഴ്സും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. സാധാരണ ഒരു നാച്ചുറൽ എൻവയോൺമെന്റിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മളൊരു ആർട്ടിഫിഷ്യൽ എൻവയോൺമെന്റിൽ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മളൊരു കൾച്ചർ മീഡിയ എന്ന് പറയുന്നത്. അപ്പൊ കൾച്ചർ മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്റ്റൻസ് ദാറ്റ് സപ്പോർട്ട്സ് എ ബാക്ടീരിയൽ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മീഡിയ എന്ന് പറയാം. ഓക്കെ, അപ്പൊ അത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? കുറേ കെമിക്കൽസും ഗ്രോത്ത് ഫാക്ടേഴ്സും ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അതിൻ്റെതായ കോമ്പോസിഷനിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കൊരു സാധാരണ ഒരു എൻവയോൺമെന്റ് നമ്മൾ റീക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ കൾച്ചർ മീഡിയയിൽ. ഓക്കെ, കൾട്ടിവേറ്റിംഗ് ബാക്ടീരിയസ് പ്യുവർ കൾച്ചർ ആൻഡ് ഐസൊലേറ്റഡ് കോളനീസ്. നമ്മൾ എന്തിനാ ഇത്? ഒന്നുകിൽ നമ്മൾ ഈ ബാക്ടീരിയനെ കൾട്ടിവേറ്റ് അല്ലെങ്കിൽ അതിന്റെ കോളനീസ് ആയിട്ട് നമുക്ക് കിട്ടുന്നു. അപ്പൊ നമുക്ക് എന്താ ചെയ്യുക? നമുക്ക് ഉപയോഗം എന്ന് വെച്ചാൽ ഒരു മിക്സഡ് പോപ്പുലേഷനിൽ നിന്ന് നമുക്ക് ഈ ബാക്ടീരിയനെ ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നു അല്ലെ? നമ്മൾ സ്റ്റെയിനിങ് ഒക്കെ പഠിച്ചിരുന്നു. അതുപോലെ ഈ കൾച്ചർ മീഡിയയിലൂടെ നമുക്ക് ബാക്ടീരിയയുടെ മോർട്ടിലിറ്റി അറിയാനും ഐഡന്റിഫൈ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുന്നു ഈ കൾച്ചർ മീഡിയയിലൂടെ. അപ്പോൾ കൾച്ചർ മീഡിയ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ബാക്ടീരിയയുടെ ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യുന്നു. അത് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കെമിക്കൽസും ഗ്രോത്ത് ഫാക്ടേഴ്സും എല്ലാം ആഡ് ചെയ്ത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് റീക്രിയേറ്റ് ചെയ്താണ് ഇത് ഉണ്ടാക്കുന്നത്. എന്തിനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്? ഒരു പ്യുവർ ഫോമിൽ അല്ലെങ്കിൽ ഒരു കോളനി ഫോമിൽ കിട്ടി ഇതിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് അല്ലെ? ഈ ബാക്ടീരിയാസിനെ ഐഡന്റിഫൈ ചെയ്യാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ കോമ്പോസിഷൻ നോക്കാം. കോമ്പോസിഷൻ ഓഫ് കൾച്ചർ മീഡിയ എന്താണ്? കൾച്ചർ മീഡിയയുടെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആർട്ടിഫിഷ്യൽ നമ്മുടെ ഒരു കൾച്ചർ മീഡിയ എന്ന് പറഞ്ഞാൽ അതിൽ നമ്മുടെ ഒരു ബാക്ടീരിയയ്ക്ക് അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ ഗ്രോ ചെയ്യാൻ എന്തൊക്കെ വേണമോ അത് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഒരു ആർട്ടിഫിഷ്യൽ മീഡിയം. ഒരു ബാക്ടീരിയയ്ക്ക് അതിൻ്റെ സ്വാഭാവികമായ ഒരു സ്ഥലത്ത് ഒരു നാച്ചുറൽ എൻവയോൺമെന്റിൽ അതിന് ബാക്ടീരിയയ്ക്ക് ഗ്രോ ചെയ്യാൻ എന്തെല്ലാം വേണോ? അപ്പോൾ ഇപ്പം നമുക്ക് വളരാനായിട്ട് നമുക്ക് ഭക്ഷണവും വായുവും എല്ലാം വേണമല്ലോ, ഓക്സിജൻ വേണം, ഫുഡ് വേണം, ഒക്കെ വേണം. അപ്പോൾ അതെല്ലാം നമുക്ക് ഒരു ആർട്ടിഫിഷ്യൽ എൻവയോൺമെന്റിൽ പ്രൊവൈഡ് ചെയ്താൽ നമ്മുടെ ഗ്രോത്ത് അവിടെ നടക്കും. അതുപോലെ ബാക്ടീരിയയ്ക്ക് ഒരു നാച്ചുറൽ എൻവയോൺമെന്റിൽ ഗ്രോത്തിന് എന്തെല്ലാം വേണമോ ആ സംഭവങ്ങളെല്ലാം ന്യൂട്രീഷണൽ റിക്വയർമെന്റ്സ് അപ്പോൾ അതെല്ലാം നമുക്ക് ആർട്ടിഫിഷ്യലി അവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അതാണൊരു ആർട്ടിഫിഷ്യൽ കൾച്ചർ മീഡിയ എന്ന് പറഞ്ഞാൽ എന്താ? അത് ബാക്ടീരിയയ്ക്ക് വളരാൻ വേണ്ടി ആവശ്യമായ കാര്യങ്ങളെല്ലാം അവിടെ കൊടുക്കും. അപ്പോൾ എന്താണ് അതിൽ എന്തൊക്കെ ഉണ്ടാവും? ഒരു കൾച്ചർ മീഡിയയിൽ വാട്ടർ ഉണ്ടാവും, പിന്നെ ഒരു കാർബൺ സോഴ്സ് ഉണ്ടാവും, എനർജി ഉണ്ടാവും, നൈട്രജൻ സോഴ്സ് ഉണ്ടാകും, ട്രേസ് എലമെന്റ്സ് ഉണ്ടാകും, ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ടാകും. ഇതെല്ലാം ഉണ്ടാവും. കൾച്ചർ മീഡിയയിൽ എന്തൊക്കെ ഉണ്ടാവും? വാട്ടർ ഉണ്ടാകും, നമുക്ക് നോക്കാവേ. വാട്ടർ ഉണ്ടാകും, പിന്നെ കാർബൺ സോഴ്സ് ഉണ്ടാകും, എനർജി ഉണ്ടാകും. അപ്പോൾ വാട്ടർ, കാർബൺ സോഴ്സ്, എനർജി, പിന്നെ എന്തുണ്ടാകും? ഒരു നൈട്രജൻ സോഴ്സ് ഉണ്ടാകും, പിന്നെ ട്രേസ് എലമെന്റ്സ് ഉണ്ടാകും, പിന്നെ എന്തുണ്ടാകും? ഗ്രോത്ത് ഫാക്ടേഴ്സ് ഉണ്ടാകും. ഇതെല്ലാം ഉണ്ട് കൾച്ചർ മീഡിയയിൽ അല്ലേ? കൾച്ചർ മീഡിയ എന്ന് വെച്ചാൽ ബാക്ടീരിയയ്ക്ക് വളരാൻ ആവശ്യമായ എല്ലാ സംഭവങ്ങളും എല്ലാ ന്യൂട്രിയൻ റിക്വയർമെന്റ്സ് ആയാലും എല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് ഒരു സാധാരണ അവസ്ഥയിൽ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ ബാക്ടീരിയയ്ക്ക് എങ്ങനെ ഗ്രോ ചെയ്യുന്നു ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതിൽ എന്തൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്? വാട്ടർ ഉണ്ടാവും, കാർബണിനൊരു സോഴ്സ്, നൈട്രജൻ ഒരു സോഴ്സ്, പിന്നെ എനർജി വേണ്ടേ? എനർജി കൊടുക്കും,
പിന്നെ ഗ്രോത്തിന് വേണ്ടി ഗ്രോത്ത് ഫാക്ടേഴ്സ് കൊടുക്കും, ട്രേസ് എലമെന്റ്സ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ഇതെല്ലാം കൾച്ചർ മീഡിയയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ നമ്മൾ എന്താ ചെയ്യാന്നറിയോ, ഈ കൾച്ചർ മീഡിയയുടെ pH ഒക്കെ നമ്മൾ കറക്റ്റ് നോക്കുക കേട്ടോ. pH എല്ലാം ആവശ്യമായി നമ്മുടെ ഓരോ ബാക്ടീരിയയ്ക്കും അതിനാവശ്യമായ pH പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പം നേരത്തെ പറഞ്ഞു, അതുകൂടാതെ നമ്മൾ ചില കൾച്ചർ മീഡിയയിൽ വാട്ടർ കൂടാതെ എന്തൊക്കെ ഉണ്ടാവും എന്നറിയോ, ചിലപ്പോൾ അഗർ ഉണ്ടാകും. നമ്മൾ ചിലത് കൺസിസ്റ്റ് സോളിഡ് മീഡിയ ഉണ്ട്, ലിക്വിഡ് മീഡിയ ഉണ്ട്, സെമി സോളിഡ് മീഡിയ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ സോളിഡ് ആവാനായിട്ടുള്ള നമ്മൾ അഗർ നമ്മൾ ഒരു പുഡിംഗ് ഉണ്ടാക്കുമ്പോഴൊക്കെ നമ്മൾ പുഡിംഗ് സോളിഡിഫൈ ചെയ്യാൻ നമ്മൾ ചൈന ഗ്രാസ് അല്ലെങ്കിൽ അഗർ ആഡ് ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെ ചില മീഡിയയുടെ ഇൻഗ്രീഡിയൻസ് ആണ് അഗർ ഉണ്ടാകും, ചില മീഡിയയിൽ അഗർ ഉണ്ടാകും, ചില മീഡിയയിൽ പെപ്റ്റോൺ ഉണ്ടാകും. എന്താണ്? അഗർ ഉണ്ടാകാം, പെപ്റ്റോൺ ഉണ്ടാകാം, പിന്നെ കസെയിൻ ഉണ്ടാകാം, പിന്നെ ഹൈഡ്രോലൈസേറ്റ് ഉണ്ടാകാം, മീറ്റിൻ്റെ എക്സ്ട്രാക്റ്റ് കാണാം, ഈസ്റ്റിൻ്റെ എക്സ്ട്രാക്റ്റ് കാണാം, മാൾട്ടിൻ്റെ എക്സ്ട്രാക്റ്റ് കാണാം. എന്തൊക്കെ? മീറ്റ്, മാൾട്ട്, ഈസ്റ്റ് ഇതിൻ്റെയൊക്കെ എക്സ്ട്രാക്റ്റ് ഉണ്ടാകാം. ഓക്കെ, അപ്പം നമ്മുടെ കൾച്ചർ മീഡിയ എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ എന്തൊക്കെ ഉണ്ടാവാമെന്ന് പറഞ്ഞു? വാട്ടർ, കാർബൺ ഒരു സോഴ്സ്, നൈട്രജൻ്റെ സോഴ്സ്, എനർജി, ട്രേസ് എലമെന്റ്സ്, ഗ്രോത്ത് ഫാക്ടേഴ്സ്. ഇപ്പം നമ്മൾ എന്തൊക്കെ ഉണ്ടാവാന്ന് പറഞ്ഞാൽ നമ്മുടെ ചില കൾച്ചർ മീഡിയയിൽ എന്തൊക്കെ ഉണ്ടാകാം? വാട്ടർ കൂടാതെ അഗർ ഉണ്ടാകാം, പെപ്റ്റോൺ ഉണ്ടാകാം, അഗർ, പെപ്റ്റോൺ, കസെയിൻ, അഗർ, പെപ്റ്റോൺ, കസെയിൻ, പിന്നെ മീറ്റ് എക്സ്ട്രാക്ട്, മാൾട്ട് എക്സ്ട്രാക്ട്, ഈസ്റ്റ് എക്സ്ട്രാക്ട്, പിന്നെ ഹൈഡ്രോസിലേറ്റ്. ഓക്കെ, കസെയിൻ, ഹൈഡ്രോസിലേറ്റ്. അപ്പോൾ ഇങ്ങനെ എല്ലാം ഉണ്ടാകാം. ഇതെല്ലാം കാണാം, ചില കൾച്ചർ മീഡിയയിലെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉണ്ടാകാം. ഓക്കെ, അപ്പം നമ്മൾ കുറേ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു. എന്താണ് ഈ കൾച്ചർ മീഡിയ പ്രൊവൈഡ് ചെയ്യുന്നത്? കൾച്ചർ മീഡിയ നമ്മുടെ ബാക്ടീരിയയ്ക്ക് ഗ്രോത്ത് ആണ് അല്ലേ. ഗ്രോത്ത് ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റിലുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞു, സം ഓഫ് ദി ഇൻഗ്രീഡിയൻസ് ഓഫ് കൾച്ചർ മീഡിയ ഇൻക്ലൂഡ് വാട്ടർ, അഗർ, പെപ്റ്റോൺ, കസെയിൻ, ഹൈഡ്രോസിലേറ്റ് ആണേ. കസെയിൻ ഹൈഡ്രോസിലേറ്റ്, മീറ്റ് എക്സ്ട്രാക്ട്, ഈസ്റ്റ് എക്സ്ട്രാക്ട്, മാൾട്ട് എക്സ്ട്രാക്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ടായിരിക്കാം ചിലത് ഇൻഗ്രീഡിയൻസ് ആയിട്ട്. അപ്പോൾ നമ്മൾ കൾച്ചർ മീഡിയയിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞു. നേരത്തെയും കുറച്ച് ഇൻഗ്രീഡിയൻസ് പറഞ്ഞു. വാട്ടർ, കാർബൺ ഒരു സോഴ്സ്, നൈട്രജൻ ഒരു സോഴ്സ്, എനർജി വേണം, ട്രേസ് എലമെന്റ്സ്, ഗ്രോത്ത് ഫാക്ടേഴ്സ്. ഇപ്പം പറഞ്ഞു അഗർ, പെപ്റ്റോൺ, കസെയിൻ ഹൈഡ്രോസിലേറ്റ്, മീറ്റ് എക്സ്ട്രാക്ട്, മാൾട്ട് എക്സ്ട്രാക്ട് ആൻഡ് ഈസ്റ്റ് എക്സ്ട്രാക്ട്. ഓക്കെ ആണോ? ഇനി നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യേണ്ട കൾച്ചർ മീഡിയ പല തരത്തിലുണ്ട്. നമുക്ക് കൺസിസ്റ്റൻസി നോക്കിയാൽ നമ്മൾ അതിനെ സോളിഡ്, ലിക്വിഡ്, പിന്നെ സെമി സോളിഡ് എന്നൊക്കെ വിളിക്കാം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാത്തിൻ്റെയും എക്സാമ്പിൾ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒന്ന്, ഈ കൾച്ചർ മീഡിയയുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് നമ്മൾ അതിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യും? ലിക്വിഡ് മീഡിയ, സോളിഡ് മീഡിയ, സെമി സോളിഡ് മീഡിയ. ഈ ലിക്വിഡ് മീഡിയനെ നമ്മൾ എന്താ വിളിക്കുക? ബ്രോത്ത് എന്ന് വിളിക്കും. വെള്ളം പോലെ ഇരിക്കുന്നതിനെ ബ്രോത്ത് എന്ന് വിളിക്കും. അതിൻ്റെ എക്സാമ്പിൾ എന്താണ്? ന്യൂട്രിയൻ്റ് ബ്രോത്ത് ആണ് എക്സാമ്പിൾ കേട്ടോ. അപ്പോൾ എന്താണ്? ഈ ലിക്വിഡ് മീഡിയയിൽ ബാക്ടീരിയ യൂണിഫോം ആയിട്ടായിരിക്കും ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ടർബിഡിറ്റി അവിടെ ഉണ്ടാവും. അപ്പോൾ എന്താണ്? ആദ്യത്തെ ലിക്വിഡ് മീഡിയനെ നമ്മൾ ബ്രോത്ത് എന്നും വിളിക്കും. എക്സാമ്പിൾ ഏതാണ്? ന്യൂട്രിയൻ്റ് ബ്രോത്ത്. എഴുതി വെക്കണേ. അപ്പോൾ ലിക്വിഡ് മീഡിയ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആയിട്ടിരിക്കുന്നത്. അപ്പോൾ കൺസിസ്റ്റൻസി അനുസരിച്ച് വെള്ളം പോലെ ലിക്വിഡ് ആയിട്ടിരിക്കുന്നതിന് ലിക്വിഡ് മീഡിയ, സെമി സോളിഡ് ആയിട്ടിരിക്കുന്നതിന് സെമി സോളിഡ് ഉണ്ട്, സോളിഡ് മീഡിയ ഉണ്ട്, അതുപോലെ പിന്നെയുള്ളത് സെമി സോളിഡ് മീഡിയ ഉണ്ട്. കണ്ടോ? അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് ലിക്വിഡും സോളിഡും സെമി സോളിഡും. അപ്പോൾ ആദ്യം ലിക്വിഡിനെ എന്താ വിളിക്കുക നമ്മൾ? ലിക്വിഡ് മീഡിയ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആയിട്ടിരിക്കുന്നു, ലിക്വിഡ് ഫോമിലാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. അതിനെ നമ്മൾ ബ്രോത്ത് എന്നും വിളിക്കുന്നു. എക്സാമ്പിൾ ന്യൂട്രിയൻ്റ് ബ്രോത്ത്. പിന്നെ എന്താ വിളിക്കുക? പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ ലിക്വിഡ് മീഡിയയിൽ ബാക്ടീരിയ യൂണിഫോംലി ഗ്രോ ചെയ്ത് ഒരു ജനറൽ ആയിട്ട് ഒരു ടർബിഡിറ്റി ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ലിക്വിഡ് മീഡിയയിൽ ഈ ബാക്ടീരിയ ടർബിഡിറ്റി ഉണ്ടാക്കുക. ബാക്ടീരിയയുടെ പ്രോപ്പർട്ടീസ് ഒന്നും അങ്ങനെ കാണാൻ പറ്റുന്നില്ല. അതുപോലെ കുറേ ടൈപ്പ് ബാക്ടീരിയ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒന്നും ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കൂടുതലും ടെസ്റ്റ് ട്യൂബിൽ, ബോട്ടിലിൽ, ഫ്ലാസ്കിലൊക്കെ ആയിരിക്കും ലിക്വിഡ് മീഡിയ എടുക്കുന്നത്.
അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയുടെ പലതരം പ്രോപ്പർട്ടീസ് നമുക്ക് അറിയാൻ പറ്റുമോ? ഇല്ല. കുറേ ടൈപ്പ് ബാക്ടീരിയ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഈ ഒരു ടൈപ്പ് ബാക്ടീരിയനെ മാറ്റിയെടുക്കാൻ പറ്റുമോ? അതും ഇല്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം ലിക്വിഡ് മീഡിയനെ എന്താ നമ്മൾ വിളിക്കുക? ലിക്വിഡിനെ ബ്രോത്ത് എന്ന് വിളിക്കും. എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. എക്സാമ്പിൾ എന്താ നമ്മൾ പഠിച്ചത്? ന്യൂട്രിയന്റ് ബ്രോത്ത്. ഓക്കെ ആണോ? എക്സാമ്പിൾ എന്താണ്? ന്യൂട്രിയന്റ് ബ്രോത്ത്. ഓക്കെ, പിന്നെ ഇതിന്റെ പ്രശ്നം എന്താ നമ്മൾ പറഞ്ഞത്? ഇത് എങ്ങനെ ബാക്ടീരിയയുടെ പ്രോപ്പർട്ടീസ് ഒന്നും മനസ്സിലാക്കാനൊന്നും വിസിബിൾ അല്ല. അതുപോലെ മോർ ദാൻ വൺ ടൈപ്പ് ബാക്ടീരിയ ഉണ്ടെങ്കിൽ അതൊന്നും നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ലിക്വിഡ് പഠിച്ചു. അടുത്തത് നമ്മൾ എന്താണ്? സോളിഡ് മീഡിയ. അപ്പൊ ഈ ലിക്വിഡ് മീഡിയനെ നമ്മൾ സോളിഡ് ആക്കാനായിട്ട് കുറച്ച് സോളിഡിഫൈങ് ഏജന്റ് ആഡ് ചെയ്യും അല്ലേ? അങ്ങനെയാണ് നമ്മൾ സോളിഡ് ആക്കണത്. ഈ സോളിഡിഫൈങ് ഏജന്റിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ അഗർ അല്ലെങ്കിൽ അഗർ എന്ന് പറയുന്നയാള്. നമ്മളാണെങ്കിലും ഇപ്പോൾ പുഡിങ്ങിനെ കട്ടിയാവാനായിട്ടാണ് നമ്മൾ ഈ അഗർ ആഡ് ചെയ്യുമ്പോഴാണ് ആ പുഡിങ്ങിന് അതിൻ്റെതായ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നത് അല്ലേ? അപ്പൊ ലിക്വിഡ് മീഡിയനെ എന്താ ചെയ്യുക? ലിക്വിഡ് മീഡിയനെ സോളിഡ് ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ആഡ് ചെയ്യും? ലിക്വിഡ് മീഡിയയുടെ കൂടെ ഒരു സോളിഡിഫൈയിങ് ഏജന്റ് ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ കട്ടിയാവാൻ വേണ്ടി നമ്മൾ ഒരു സംഭവം ആഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ എന്തായി മാറും നമുക്ക്? അപ്പൊ നമുക്ക് സോളിഡ് മീഡിയ കിട്ടും. അപ്പൊ ഇങ്ങനെ കട്ടിയാവാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്ത ഒരാളാണ് ആരാണ്? അഗർ അല്ലെങ്കിൽ അഗർ എന്ന് വിളിക്കാം. ഓക്കെ, ഇറ്റ് ഈസ് എ നോൺ ന്യൂട്രീഷ്യസ്. ഈ അഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു നോൺ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു പോഷകമുള്ള ഒരു സംഭവമൊന്നും അല്ല കേട്ടോ. പക്ഷെ ഒരു പോളിസാക്കറൈഡ് ആണ്. അത് ചില റെഡ് ആൽഗയുടെ സ്പീഷീസ്, ഈ റെഡ് ആൽഗയുടെ സ്പീഷീസിന്റെ സെൽ മെംബ്രെയിൻ ഇല്ലേ, അതിൽ നിന്ന് കിട്ടിയ ഒരു പോളിസാക്കറൈഡ് ആണ്. പക്ഷെ അതുകൊണ്ട് ഇതൊന്നുമില്ല, ന്യൂട്രീഷണൽ വാല്യൂ ഒന്നുമില്ല, ജസ്റ്റ് കട്ടിയാവാൻ ഉപയോഗിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ കട്ടിയാവാൻ യൂസ് ചെയ്യുന്നു, അതിനെ കൊണ്ട് അതിൽ നിന്ന് വല്ല പോഷകങ്ങൾ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇറ്റ് ഈസ് നോൺ ന്യൂട്രീഷ്യസ്. ഒരു ന്യൂട്രിയൻ വാല്യൂ ഇല്ല. അതെന്താണ്? പോളിസാക്കറൈഡ് ആണ്. എവിടുന്നാ കിട്ടിയത്? ചില റെഡ് ആൽഗയുടെ സെൽ മെംബ്രെയിനിൽ നിന്ന് കിട്ടിയതാണ്, പോളിസാക്കറൈഡ് ആണ്. അതിന് ന്യൂട്രിയൻ വാല്യൂ ഒന്നും ഇല്ല. അത് ആകെ ഉപയോഗിക്കുന്നത് എന്തിനാ? കട്ടിയാവാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്, അല്ലാതെ അത് കഴിച്ചു എന്ന് വെച്ച് ഒരു പോഷക ഗുണവും നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ ലിക്വിഡ് മീഡിയയിൽ നമ്മൾ ഇതുപോലെ ഒരു സോളിഡിഫൈങ് ഏജന്റ് ഒരു എക്സാമ്പിൾ ആണ് ഈ അഗർ അല്ലെങ്കിൽ അഗർ എന്ന് നമ്മൾ വിളിക്കും. അപ്പൊ നമ്മൾ അത് എന്തായി മാറും? അപ്പൊ ഈ ലിക്വിഡ് മീഡിയ എന്തായി മാറുന്നു? സോളിഡ് മീഡിയ ആയി മാറുന്നു. ഓക്കെ, അപ്പൊ ഈ അഗറിന്റെ പ്രത്യേകതയാ പറയുന്നത് അല്ലെ? അഗർ എന്ന് പറയുന്നതാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സോളിഡിഫൈങ് ഏജന്റ്. ഈ അഗർ എവിടെ നിന്നാണ് ഉണ്ടായത്? റെഡ് ആൽഗയുടെ സെൽ മെംബ്രെയിനിൽ നിന്നുണ്ടാക്കിയ കിട്ടിയ ഒരു പോളിസാക്കറൈഡ് ആണ്. ഇറ്റ് മെൽറ്റ്സ് അറ്റ് 95 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് സോളിഡിഫൈസ് അറ്റ് 42 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ 95 ഒക്കെ ആകുമ്പോഴത്തേക്ക് അതങ്ങ് മെൽറ്റ് ആവും. പിന്നെ ഒരു 42 അങ്ങനെയല്ലേ ഇത്? അത് നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ ചൂടാക്കുമ്പോൾ ഇങ്ങനെ അലിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിന്റെ ടെമ്പറേച്ചർ അലിയുമ്പോൾ നമ്മൾ ഇതുമായിട്ട് ഈ ലിക്വിഡ് സാധനമായിട്ട് മിക്സ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ അത് ഒരു തണുത്ത് വരുമ്പോഴത്തേക്ക് അതങ്ങ് കട്ടിയാവും. 42 ഡിഗ്രി സെൽഷ്യസിൽ അത് സോളിഡിഫൈ ചെയ്യും. ഇറ്റ് ഈസ് നോട്ട് ഹൈഡ്രലൈസ്ഡ് ബൈ മോസ്റ്റ് ബാക്ടീരിയ ആൻഡ് ഇസ് യൂഷ്വലി ഫ്രീ ഫ്രം ഗ്രോത്ത് പ്രൊമോട്ടിംഗ് ഓർ ഗ്രോത്ത് റിട്ടാർഡിങ് സബ്സ്റ്റൻസസ്. ഇത് നമുക്ക് കിട്ടുന്നത് ഫൈബറായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും അല്ലേ? പൗഡറായിട്ടും കിട്ടും വാങ്ങാൻ. കൂടുതലും കിട്ടുന്നത് ഇങ്ങനെ ഷ്രെഡ് പോലെ, നമുക്കിങ്ങനെ ഒരു ഷ്രെഡ് പോലെ അതിനെ ഫൈബർ പോലെ ഇരിക്കാം. നമുക്ക് പിച്ചി ആയിരിക്കും. നമ്മൾ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ടിട്ട് നമ്മൾ അതിനെ ചൂടാക്കും. അപ്പോൾ ഒരു 95 നല്ല തിളയ്ക്കുമ്പോഴേക്കും ഇതങ്ങ് മെൽറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ലിക്വിഡുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഈ ചൂട് മാറി അങ്ങ് തണഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഒരു 42 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആകുമ്പോൾ ഇതങ്ങ് സോളിഡിഫൈ ചെയ്യും. ഓക്കെ, പക്ഷെ ഇതിലെന്താ ഉള്ളത്? ഇതിനെ നമുക്ക് മിക്ക ബാക്ടീരിയക്ക് ഇതിനെ ഹൈഡ്രോലൈസ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ഇതിൽ എന്തില്ല? ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന സബ്സ്റ്റൻസോ ഗ്രോത്ത് റിട്ടാർഡ് ചെയ്യുന്ന സബ്സ്റ്റൻസോ ഒന്നുമില്ല. അങ്ങനെ ഒരു സംഭവങ്ങളൊന്നും ഇല്ല ഇതിൽ. ഇത് ജസ്റ്റ് ആ ഒരു കൾച്ചർ മീഡിയനെ നമ്മൾ എന്താ ചെയ്യുന്നത്? സോളിഡിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ. ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ഗ്രോത്ത് പ്രൊമോട്ടിംഗ് സബ്സ്റ്റൻസസ് ആൻഡ് ഇറ്റ് ഈസ് ഫ്രീ ഫ്രം ഗ്രോത്ത് റിട്ടാർഡിംഗ് സബ്സ്റ്റൻസസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അഗറിനെ പറ്റി കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? അപ്പോൾ നമ്മുടെ ലിക്വിഡ് മീഡിയ പറഞ്ഞു. ലിക്വിഡ് മീഡിയനെ നമ്മൾ ബ്രോത്ത് എന്ന് പറയും. എക്സാമ്പിൾ ന്യൂട്രിയൻ്റ് അഗർ. അതിനുശേഷം നമ്മൾ ഈ ലിക്വിഡ് മീഡിയനെ കട്ടിയാവാനായിട്ട് ഏതെങ്കിലും ഒരു സോളിഡിഫൈങ് ഏജന്റ് ആഡ് ചെയ്യും. കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നത് അഗറാണ്, അഗർ എന്നും വിളിക്കും. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ ലിക്വിഡ് മീഡിയ സോളിഡ് മീഡിയ ആയി മാറുന്നു. ഈ അഗറിന്റെ പ്രത്യേകതയാ പറഞ്ഞാൽ അല്ലേ? അത് 95 ഡിഗ്രി സെൽഷ്യസിൽ മെൽറ്റ് ചെയ്യും, 42 ഡിഗ്രി സെൽഷ്യസിൽ സോളിഡിഫൈ ചെയ്യും. അത് ഫൈബർ ഷ്രെഡായിട്ടോ അല്ലെങ്കിൽ
പൗഡറായിട്ടും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് കമേഴ്ഷ്യലി. പിന്നെ എന്താണ്, അതിനെ നമുക്ക് മിക്ക ബാക്ടീരിയക്കും ഇതിനെ ഹൈഡ്രോലൈസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇതിൽ എന്തില്ല, ഗ്രോത്ത് പ്രൊമോട്ടിംഗ് സബ്സ്റ്റൻസും ഇല്ല, ഗ്രോത്തിന് റിട്ടാർഡിംഗ് സബ്സ്റ്റൻസും ഇല്ല. ഇത് എന്താണ്, ഒരു നോൺ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പോളിസാക്കറൈഡ് ആണ്. എവിടുന്നാ കിട്ടിയത്? ഫ്രം ദി സെൽ മെംബ്രെയിൻ ഓഫ് ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് റെഡ് ആൽഗെ. അപ്പൊ നമുക്ക് ക്ലിയർ ആണല്ലോ. അടുത്ത ആളാരാ നോക്കാം. അടുത്തത് സെമി സോളിഡ് അഗർ. അതെന്ന് പറഞ്ഞാലേ നമ്മുടെ അഗറിന്റെ എമൗണ്ട് കൂടുമ്പോൾ നല്ല കട്ടിയാവും അല്ലെ. അപ്പൊ ഈ അഗറിന്റെ എമൗണ്ട് അങ്ങ് കുറയ്ക്കാം. അഗറിന്റെ എമൗണ്ട് ഒരു 0.2 മുതൽ ഒരു 0.5% ഒക്കെ ആവുമ്പോഴത്തേക്കും സംഭവം എന്തായി, സെമി സോളിഡ് ആയി മാറും. അപ്പൊ നമ്മുടെ ഈ ലിക്വിഡ് മീഡിയയിലില്ലേ, ലിക്വിഡ് മീഡിയയിൽ നമ്മൾ കുറേ അഗർ ഇടുമ്പോൾ നമുക്ക് സോളിഡ് ആവും അല്ലെ. അപ്പൊ ഇതൊരു റെഡ്യൂസ് ചെയ്ത് അതിന്റെ എമൗണ്ട് ഒരു 0.2 മുതൽ ഒരു 0.5% റെഡ്യൂസ് ചെയ്തേ അഗറിന്റെ വാല്യൂ. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു സെമി സോളിഡ് കൺസിസ്റ്റൻസിയിലായി. ഓക്കെ, നല്ല സോളിഡ് ആയില്ല. കാരണം അഗറിന്റെ എമൗണ്ട് നമ്മൾ കുറച്ച് ഒരു 0.2 മുതൽ 0.5% ആക്കിയപ്പോഴേക്കും നമുക്ക് എന്ത് മീഡിയ കിട്ടിയത്? ഒരു സെമി സോളിഡ് മീഡിയ. അപ്പൊ എന്താണ് സംഭവം? അത് കുറച്ച് ഫെയർലി ഇത്തിരി സോഫ്റ്റ് ആണ്. അതുപോലെ അതിൽ നമ്മൾ എന്തറിയാൻ ഹെൽപ്പ് ചെയ്യും? നമ്മളെ മോട്ടിലിറ്റി, ബാക്ടീരിയയുടെ മോട്ടിലിറ്റി അറിയാൻ ഹെൽപ്പ് ചെയ്യും അല്ലെ. ബാക്ടീരിയയുടെ മോട്ടിലിറ്റി അറിയാൻ വേണ്ടി നമ്മൾ ഇതിനു മുന്നേ ഒരു സംഭവം പഠിച്ചിരുന്നു അല്ലെ. എന്തായിരുന്നു? ഒരു മെത്തേഡ് പഠിച്ചിട്ടുണ്ടായി ബാക്ടീരിയയുടെ മോട്ടിലിറ്റി അറിയാനായിട്ട്. എന്താണ്? ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ് എന്ന് പറഞ്ഞു അല്ലേ. ബാക്ടീരിയയുടെ മോട്ടിലിറ്റി അറിയാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ്. അതുപോലെ ബാക്ടീരിയയുടെ മോട്ടിലിറ്റി അറിയാൻ വേണ്ടി നമുക്ക് ഏത് മീഡിയ ഉപയോഗിക്കാം? ഈ സെമി സോളിഡ് അഗർ മീഡിയ ഉപയോഗിക്കാം. ബാക്ടീരിയയുടെ മോട്ടിലിറ്റി, ബാക്ടീരിയ മൂവ് ചെയ്യുന്നതൊക്കെ അറിയാനായിട്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, അതിനെ നമ്മൾ മാനിറ്റോൾ മോട്ടിലിറ്റി മീഡിയ എന്നും പറയും. മാനിറ്റോൾ മോട്ടിലിറ്റി മീഡിയ. ഓക്കെ, അപ്പൊ എന്താണ്, ചില മീഡിയ സെമി സോളിഡ് ആണ്. സെമി സോളിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡും അല്ല ലിക്വിഡും അല്ല, ഇതിനിടയിൽ നിൽക്കുന്നത് അല്ലെ. അപ്പൊ ഈ സെമി സോളിഡ് മീഡിയ ഉണ്ടാവാനായിട്ട് നമ്മൾ 0.2 മുതൽ 0.5% അഗർ ആഡ് ചെയ്തത്. പിന്നെ എന്താ പറയാ, ഇത് ബാക്ടീരിയയുടെ മോട്ടിലിറ്റി അറിയാൻ സഹായിക്കുന്നു. ഇതിന് കുറച്ച് എക്സാമ്പിൾ പഠിക്കണ്ടേ? എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ചില ട്രാൻസ്പോർട്ട് മീഡിയകളായ സ്റ്റുവാർട്ട് മീഡിയ, അമീസ് മീഡിയ. സെമി സോളിഡ് എക്സാമ്പിൾ ആണ് സ്റ്റുവാർട്ടും അമീസും. സ്റ്റുവാർട്ട് മീഡിയ, അമീസ് മീഡിയ. അപ്പൊ ഇത് രണ്ടും സെമി സോളിഡ് മീഡിയയാണ്. സെമി സോളിഡ് മീഡിയക്ക് എക്സാമ്പിൾ ഏതൊക്കെയാണ്? സ്റ്റുവാർട്ട്, പിന്നെ അമീസ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ലിക്വിഡ് മീഡിയക്ക് എക്സാമ്പിൾ ന്യൂട്രിയൻ ബ്രോത്ത് എന്ന് പഠിച്ചു. ലിക്വിഡ് മീഡിയനെ ബ്രോത്ത് എന്ന് വിളിക്കും. എക്സാമ്പിൾ ന്യൂട്രിയൻ ബ്രോത്ത് എന്ന് പഠിച്ചു. പിന്നെ നമ്മൾ ലിക്വിഡ് മീഡിയയിൽ അഗർ എന്ന് പറയുന്ന സോളിഡിഫൈങ് ഏജന്റ് ചേർത്ത് സോളിഡ് മീഡിയ ഉണ്ടാക്കാന്ന് പഠിച്ചു. പിന്നെ ഇനി ലിക്വിഡ് മീഡിയയിൽ തന്നെ നമ്മൾ അഗറിന്റെ ക്വാണ്ടിറ്റി കുറച്ചൊരു 0.2 to 0.5% ആക്കിയാൽ നമുക്ക് ഏത് മീഡിയ കിട്ടും? സെമി സോളിഡ് മീഡിയ കിട്ടുന്നു. അതെന്തിനാ സഹായിക്കുന്നത്? ബാക്ടീരിയയുടെ മോട്ടിലിറ്റി അറിയാൻ സഹായിക്കുന്നു. അതിന് എക്സാമ്പിൾ എന്താ പറഞ്ഞത്? നമ്മൾ 2 എക്സാമ്പിൾ പഠിച്ചു. സ്റ്റുവാർട്ട് മീഡിയയും എക്സാമ്പിൾ എഴുതി വെച്ചോളേ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമ്പിൾ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. സ്റ്റുവാർട്ട് മീഡിയ ആൻഡ് അമീസ് മീഡിയ ആർ സെമി സോളിഡ് ഇൻ കൺസിസ്റ്റൻസി. ഓക്കെ, അടുത്തത് ബൈഫേസിക് മീഡിയ. അതെന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ചിലപ്പോൾ ആണെങ്കിൽ ചില കൾച്ചറിൽ ഇത് രണ്ടും ഉണ്ടാവും കേട്ടോ. ചില കൾച്ചർ സിസ്റ്റത്തിൽ ഈ ലിക്വിഡ് മീഡിയ ഉണ്ടാവും, സോളിഡ് മീഡിയ ഉണ്ടാവും ഒരേ ബോട്ടിൽ. അങ്ങനെ രണ്ടും ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ ബൈഫേസിക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ലിക്വിഡ് മീഡിയ പഠിച്ചു, അതിനുശേഷം സോളിഡ് മീഡിയ പഠിച്ചു, അതിനുശേഷം നമ്മൾ സെമി സോളിഡ് പഠിച്ചു. ഇനി ചിലപ്പോൾ ഈ ലിക്വിഡും സോളിഡും കൂടെ ഉണ്ടാവുന്നെങ്കിൽ അതെന്താണ്? ബൈഫേസിക് മീഡിയയും പഠിച്ചു. അപ്പൊ അതെന്താണ് ബൈഫേസിക് മീഡിയ എന്ന് വെച്ചാൽ ബോത്ത് ലിക്വിഡ് ആൻഡ് സോളിഡ് മീഡിയ. അപ്പൊ വെറുതെ ലിക്വിഡ് മീഡിയ, അതിന് നമ്മൾ പറഞ്ഞു ബ്രോത്ത്, എക്സാമ്പിൾ ന്യൂട്രിയൻ ബ്രോത്ത്. ലിക്വിഡില് അഗർ ആഡ് ചെയ്ത് സോളിഡ് ആക്കി. സെമി സോളിഡിന് എക്സാമ്പിൾ നമ്മൾ പഠിച്ചു സ്റ്റുവാർട്ട് മീഡിയയും അമീസ് മീഡിയയും. ഇനി ബൈഫേസിക് എന്ന് പറഞ്ഞാൽ അവിടെ രണ്ടും ഉണ്ട്, സോളിഡും ഉണ്ട് ലിക്വിഡും ഉണ്ട് ഒരേ ഇതില്. അതിനെയാണ് നമ്മൾ ബൈഫേസിക് മീഡിയ. അതിന് എക്സാമ്പിൾ ആണ് ബൈഫേസിക് മീഡിയ ആണ് എന്താണ്? നമ്മുടെ കാസ്റ്റനെഡ സിസ്റ്റം ഫോർ ബ്ലഡ് കൾച്ചർ. കാസ്റ്റനെഡ സിസ്റ്റം ഫോർ ബ്ലഡ് കൾച്ചർ. കാസ്റ്റനെഡ സിസ്റ്റം ഫോർ ബ്ലഡ് കൾച്ചർ. ഓക്കെ, അപ്പൊ നമ്മൾ കൺസിസ്റ്റൻസിയുടെ ബേസിസിലാണ് മീഡിയനെ. അപ്പൊ മീഡിയ എന്താന്ന് പറഞ്ഞിരുന്നു നമ്മൾ ആദ്യം. മീഡിയന്റെ ഡെഫിനേഷൻ, മീഡിയ എന്താണ്? നമ്മുടെ ബാക്ടീരിയ ഗ്രോ ചെയ്യാൻ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ പ്രൊവൈഡ് ചെയ്ത് ബാക്ടീരിയൽ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നു. അതിന് എന്തൊക്കെയാ ഇൻഗ്രീഡിയൻസ് നമ്മൾ പറഞ്ഞു അല്ലെ. വാട്ടർ വേണം, എനർജിക്ക് ഒരു സോഴ്സ്, നൈട്രജൻ ഒരു സോഴ്സ്, പിന്നെ നമ്മുടെ കാർബൺ ഒരു സോഴ്സ്, ഗ്രോത്ത് ഫാക്ടേഴ്സ് ഇതൊക്കെ വേണം അല്ലെ. ചിലപ്പോൾ അഗർ, പെപ്റ്റോണ്, കെസൈൻ
ലൈസൈൻ ഹൈഡ്രോസിലേറ്റ്, അങ്ങനെ കുറേ കാര്യം ഗ്രോത്ത് ഫാക്ടേഴ്സ് ഒക്കെ ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഇനി കൺസിസ്റ്റൻസിയുടെ ബേസിസിൽ അതിനെ ലിക്വിഡ് ആയിട്ടുള്ളത്, ലിക്വിഡ് അല്ലെങ്കിൽ ബ്രോത്ത്, സോളിഡ് ഉണ്ട്, സെമി സോളിഡ് ഉണ്ട്. ഇനി രണ്ടും കൂടെ വരുമ്പോൾ നമ്മൾ അതിനെ എന്താ പറയുക, ബൈഫേസിക്, ബോത്ത് സോളിഡ് ആൻഡ് ലിക്വിഡ്. എക്സാമ്പിൾ എന്താണ്, അതിനെയാണ് നമ്മൾ ഒരു കാസ്റ്റനഡ സിസ്റ്റം ഫോർ ബ്ലഡ് കൾച്ചർ. ദിസ് ഈസ് കാസ്റ്റനഡ സിസ്റ്റം ഫോർ ബ്ലഡ് കൾച്ചർ. ഇനി നമ്മൾ അടുത്തതായിട്ട്, അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻസിയുടെ ബേസിസിലെ കാര്യങ്ങളെല്ലാം പഠിച്ചു അല്ലേ, ലിക്വിഡും സോളിഡും സെമി സോളിഡും ബൈഫേസിക്കും പഠിച്ചു. ഇനി നമ്മുടെ ന്യൂട്രീഷണൽ, അതിൻ്റെ ആ പോഷകങ്ങളുടെ നിലവാരം വെച്ചിട്ട്, അപ്പോൾ ചിലതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മീഡിയയിൽ അതിൽ ആ ന്യൂട്രിയൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, പക്ഷെ അത് പോരായിരിക്കും, ചില ബാക്ടീരിയയ്ക്ക് കുറച്ചുകൂടെ ന്യൂട്രിയൻസ് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ ബാക്ടീരിയയ്ക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻ ഫാക്ടേഴ്സ് ആണ് മീഡിയയിലുള്ളത്. അപ്പോൾ ചില മീഡിയയിൽ ആ ന്യൂട്രിയൻ്റ് അവൈലബിലിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും, പക്ഷേ ചില ടൈപ്പ് ഓഫ് ബാക്ടീരിയയ്ക്ക് എന്താ വേണ്ടേ, കുറച്ചുകൂടെ ന്യൂട്രിയൻസ് ഒക്കെ വേണ്ടി വരാം. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പ് ബാക്ടീരിയ ഉണ്ട്, നോൺ ഫെസ്റ്റീഡിയസും ഫസ്റ്റീഡിയസും. നമ്മൾ ബാക്ടീരിയനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഫസ്റ്റീഡിയസ് ബാക്ടീരിയയും നോൺ ഫെസ്റ്റീഡിയസ് ബാക്ടീരിയയും. ഓക്കെ, ബാക്ടീരിയ അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നല്ല, ഈ ബാക്ടീരിയയ്ക്ക് വേറെ ആവശ്യമൊന്നുമില്ല, സാധാരണ കണ്ടീഷൻസിലും സാധാരണ മിനിമൽ റിക്വയർമെന്റ് മതി, അവരങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അവരങ്ങ് വളർന്നോളും. അതിന് നമ്മൾ പറയുന്നത് എന്താണ്, അങ്ങനെയുള്ള ബാക്ടീരിയനെ നമ്മൾ എന്താ പറയുക, നോൺ ഫസ്റ്റീഡിയസ് എന്ന് പറയുന്നു. നോൺ ഫസ്റ്റീഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്ത് വേണ്ട, അവർക്ക് വേറെ സ്പെഷ്യൽ റിക്വയർമെന്റ്സ് ഒന്നുമില്ല, അവർക്ക് ഒരു സ്പെഷ്യൽ എവിടെ അവരങ്ങ് അഡ്ജസ്റ്റ് ആയിക്കോളും. നോൺ ഫെസ്റ്റീഡിയസുകാർ എവിടെയും അങ്ങ് അഡ്ജസ്റ്റ് ആയിക്കോളും. പക്ഷേ ഫസ്റ്റീഡിയസുകാർ അങ്ങനെയല്ല. ഫെസ്റ്റീഡിയസ് എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ച് എക്സ്ട്രാ ന്യൂട്രിയൻസ് ഒക്കെ വേണ്ടി വരും. ഇവർക്ക് എന്താ, ഫസ്റ്റീഡിയസ് എന്ന് പറഞ്ഞാൽ നീഡ് എക്സ്ട്രാ ന്യൂട്രിയൻസ്. അപ്പോൾ ഫസ്റ്റീഡിയസ് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, ഫസ്റ്റീഡിയസ് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എക്സ്ട്രാ സംഭവങ്ങളൊക്കെ വേണം അവർക്ക് വളരാനായിട്ട്. പക്ഷേ നോൺ ഫെസ്റ്റീഡിയസ് അങ്ങനെയൊന്നും വേണ്ട, അവർക്ക് എന്തുണ്ടെങ്കിലും ചെറിയ റിക്വയർമെൻറ്റേ ഉള്ളൂ, അവരങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് വളർന്നോളും. അപ്പോൾ അങ്ങനെയുള്ള ബാക്ടീരിയ അവർ മിനിമൽ റിക്വയർമെൻറ്റിൽ അങ്ങ് വളർന്നോളും എന്നുള്ള ബാക്ടീരിയനെ നമ്മൾ നോൺ ഫസ്റ്റീഡിയസ് എന്നും. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ബാക്ടീരിയ പറഞ്ഞല്ലേ, ഫസ്റ്റീഡിയസും നോൺ ഫസ്റ്റീഡിയസ്. നമ്മളിപ്പോൾ ഫസ്റ്റീഡിയസ് എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം തന്നെ എന്ന് പറഞ്ഞാൽ അവരെ തൃപ്തിപ്പെടുത്താൻ ഭയങ്കര പാടാ, എന്തുണ്ടെങ്കിലും അവർക്ക് ഭയങ്കര ചിലപ്പോൾ ഭയങ്കര ക്ലെൻലിനെസ് കൂടുതലുള്ളവരെ നമ്മൾ പറയും ഓക്കെ ഫസ്റ്റീഡിയസ് എന്ന് പറയാം. അല്ലെങ്കിൽ അവരെ തൃപ്തിപ്പെടുത്താൻ, ഇപ്പോൾ ഈ ബാക്ടീരിയ ആണെങ്കിലും എന്തുണ്ടെങ്കിലും അവർക്ക് പോരാ, അവർക്ക് വേറെ എക്സ്ട്രാ ന്യൂട്രിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് കുറച്ച് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സ്പെഷ്യലായിട്ട് അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കണം, എന്നാലേ അവർ ഗ്രോ ചെയ്യുള്ളൂ. അങ്ങനെയുള്ളവരാണ് ഈ ഫസ്റ്റീഡിയസ് എന്ന് പറയുന്നത്. പക്ഷേ നോൺ ഫസ്റ്റീഡിയസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അവർക്ക് സ്പെഷ്യൽ റിക്വയർമെന്റ്സ് ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് ആൾക്കാരെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ ഫസ്റ്റീഡിയസ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവർക്ക് സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ വേണം. അതിനൊരു എക്സാമ്പിൾ എന്താണെന്നറിയോ, നെയ്സറേറിയ ഗൊണോറിയ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ഈ ബാക്ടീരിയ ഇല്ലേ, അവർക്ക് സെപ്പറേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഗ്രോ ചെയ്യുള്ളൂ. പക്ഷേ നോൺ ഫെസ്റ്റീഡിയസ് ആണ്, അവർക്ക് സ്പെഷ്യൽ റിക്വയർമെന്റ്സ് ഒന്നും വേണ്ട. അതിന് എക്സാമ്പിൾ നമുക്ക് ഈക്കോളെ പറയാം, സ്റ്റഫൈലോകോക്കസ് ഓറിയസ് ഒക്കെ പറയാം കേട്ടോ. ജസ്റ്റ് എക്സാമ്പിൾ ഒന്ന് നോക്കി വെച്ചോളൂ. അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് ഓഫ് ബാക്ടീരിയ പഠിച്ചു അല്ലേ. അപ്പോൾ ന്യൂട്രിയൻ റിക്വയർമെന്റിന്റെ ബേസിസിൽ എന്തുണ്ടെങ്കിലും അങ്ങ് അഡ്ജസ്റ്റ് ആയി വളർന്നോളും, സ്പെഷ്യൽ സംഭവങ്ങളൊന്നും വേണ്ട അവർക്ക്. അങ്ങനെയുള്ളവരാണ് നമ്മുടെ നോൺ ഫെസ്റ്റീഡിയസ്, ഈക്കോളയും സ്റ്റഫൈലോകോക്കസ് ഓറിയസും അല്ല. പക്ഷെ ചിലരുണ്ട് അവർക്ക് എന്താ വേണ്ടേ, അവർക്ക് ഫെസ്റ്റീഡിയസ് ആണ്, അവർക്ക് സ്പെഷ്യൽ റിക്വയർമെന്റ്സ് ഒക്കെ വേണം. അവരെ നമ്മൾ എന്താ പറയുക, അവരാണ് നമ്മുടെ ഫെസ്റ്റീഡിയസ്. എക്സാമ്പിൾ നെയ്സറേറിയ, ഗൊണോറിയ. ഓക്കെ, അപ്പം നമ്മുടെ കൺസിസ്റ്റൻസി കഴിഞ്ഞു. ഇനി അടുത്ത ടൈപ്പാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സിമ്പിൾ മീഡിയ അല്ലെങ്കിൽ ബേസൽ മീഡിയ. ഓക്കെ, സിമ്പിൾ മീഡിയ അല്ലെങ്കിൽ ബേസൽ മീഡിയ, അത് ബേസിക് ആയിരിക്കും കേട്ടോ. ബേസിക് മീഡിയ ആണ്, അത് സപ്പോർട്ട് ചെയ്യുന്നത് നോൺ ഫെസ്റ്റീഡിയസ് ബാക്ടീരിയ ആണ്. നോൺ ഫെസ്റ്റീഡിയസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒന്നും വേണ്ട, വേറെ ഒന്നും കൊടുക്കണം, അവർക്ക് ഈ സിമ്പിൾ മീഡിയ ഉണ്ടെങ്കിൽ അവരങ്ങ് വളർന്നോളും, അവർക്ക് സ്പെഷ്യലായിട്ട് ഒന്നും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണ്ട. അപ്പോൾ ഇത് സിമ്പിൾ മീഡിയ ആർക്കാ ഏറ്റവും നല്ലത്, നോൺ ഫെസ്റ്റീഡിയസ് അല്ലേ, അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേറെ സ്പെഷ്യലായിട്ട് ഒന്നും വേണ്ട. ഓക്കെ, എക്സാമ്പിൾ നോക്കണ്ടേ. എക്സാമ്പിൾ സിമ്പിൾ മീഡിയ അല്ലെങ്കിൽ ബേസൽ മീഡിയയുടെ എക്സാമ്പിൾ നമുക്ക് എന്തൊക്കെയാണ്, ഒന്ന് പെപ്റ്റോൺ വാട്ടർ, ന്യൂട്രിയൻ്റ് ബ്രോത്ത്, ന്യൂട്രിയൻ്റ് അഗർ. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ബേസൽ മീഡിയ ആണ്. ഇത് നോൺ ഫെസ്റ്റീഡിയസ് ബാക്ടീരിയക്ക് ഇത് മതി ഗ്രോ ചെയ്യാൻ, അവർക്ക് വേറെ സ്പെഷ്യൽ ഒന്നും വേണ്ട. ഏതാണ് നമ്മുടെ സിമ്പിൾ മീഡിയക്ക് എക്സാമ്പിൾ, 3 പഠിക്കണം. ന്യൂട്രിയൻ്റ് ബ്രോത്ത്, ന്യൂട്രിയൻ്റ് അഗർ, പെപ്റ്റോൺ വാട്ടർ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിമ്പിൾ ഓർ ബേസൽ മീഡിയയിൽ എക്സാമ്പിൾ ന്യൂട്രിയൻ്റ് ബ്രോത്ത്, ന്യൂട്രിയൻ്റ് അഗർ, പെപ്റ്റോൺ വാട്ടർ.
ഓക്കെ, ന്യൂട്രിയൻ്റ് അഗർ, ന്യൂട്രിയൻ്റ് ബ്രോത്ത് ആൻഡ് പെപ്റ്റോൺ വാട്ടർ. ഓക്കെ, അപ്പോൾ ഇതെല്ലാമാണ് എന്തിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം? എന്തിന് എക്സാമ്പിൾ നമുക്ക് പറയാം? സിമ്പിൾ മീഡിയ അല്ലെങ്കിൽ ബേസൽ മീഡിയയ്ക്ക് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. അടുത്തത് കോംപ്ലെക്സ്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള മീഡിയ ആദ്യം പഠിച്ചു അല്ലേ നമ്മൾ? സിമ്പിൾ മീഡിയ അല്ലെങ്കിൽ ബേസൽ മീഡിയ പഠിച്ചു. അത് മതി, നോൺ ഫസ്റ്റീഡിയസിന് ഇത് മതി ഗ്രോ ചെയ്യാൻ. എക്സാമ്പിൾ നമ്മൾ 3 പഠിച്ചു. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? പെപ്റ്റോൺ വാട്ടർ, ന്യൂട്രിയൻ്റ് ബ്രോത്ത്, പിന്നെ ന്യൂട്രിയൻ്റ് അഗർ. 3 എക്സാമ്പിളും പഠിച്ചു. അപ്പോൾ നമ്മുടെ സിമ്പിൾ കഴിഞ്ഞു. അടുത്ത നമ്മൾ നോക്കാൻ പോണത് കോംപ്ലെക്സ് ആണ്. അപ്പോൾ അത് സിമ്പിൾ മീഡിയ അല്ലാത്തൊരു മീഡിയ ആണ് അല്ലേ? അവിടെ എന്താണ്? കോംപ്ലെക്സ് ആണ്. അവർക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കും, സ്പെഷ്യൽ ന്യൂട്രിയൻസ് ഒക്കെ ഉള്ള ഒരാളാണ് നമ്മുടെ ഈ കോംപ്ലെക്സ് മീഡിയ. അപ്പോൾ കോംപ്ലെക്സ് മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സിമ്പിൾ അല്ല, ബേസൽ, സിമ്പിൾ ഓർ ബേസൽ അല്ല. അവിടെ നമ്മൾ ആഡഡ് ഇൻഗ്രീഡിയൻസ് കൊടുക്കുന്നുണ്ട്, സ്പെഷ്യൽ ന്യൂട്രിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ സിമ്പിൾ മീഡിയയിൽ അങ്ങനെ ഒരു സ്പെഷ്യൽ സംഭവങ്ങളൊന്നുമില്ല. നോൺ ഫെസ്റ്റീഡിയസിന് പറ്റിയതാണ്. എക്സാമ്പിൾ നമ്മുടെ ന്യൂട്രിയൻ്റ് ബ്രോത്ത്, ന്യൂട്രിയൻ്റ് അഗർ, പെപ്റ്റോൺ വാട്ടർ. ഇനി നമ്മുടെ കോംപ്ലെക്സ് മീഡിയ. കോംപ്ലെക്സ് മീഡിയ എന്ന് വെച്ചാൽ അത് ബേസൽ മീഡിയ അല്ല, അതിൽ നമ്മൾ ന്യൂട്രിയൻസ് ഒക്കെ ആഡ് ചെയ്ത് സ്പെഷ്യൽ സംഭവങ്ങളൊക്കെ ഉള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്, ഇത് ഹെഡിങ് ആണ് കേട്ടോ, സിന്തറ്റിക് ഓർ ഡിഫൈൻഡ് മീഡിയ. എന്താണ്? സിന്തറ്റിക് ഓർ ഡിഫൈൻഡ് മീഡിയ. അതെന്താ സിന്തറ്റിക് ഓർ ഡിഫൈൻഡ് മീഡിയ എന്ന് പറഞ്ഞാൽ? ഓക്കെ, എന്താണ്? അതിന് അതിൻ്റെതായ ഒരു ഡിഫൈൻഡ് സ്ട്രക്ചർ ഉണ്ട്. ഒരു സിന്തറ്റിക് ആയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയതാണ്. ഡിഫൈൻഡ് എന്ന് പറയുമ്പോൾ അത് എന്തിൽ നിന്നൊക്കെയാണ് ഉണ്ടാക്കിയത് നമുക്ക് അതിൻ്റെ എക്സാക്ട് കോമ്പോസിഷൻ അറിയാം. അത് നമ്മൾ കുറേ കെമിക്കൽ സബ്സ്റ്റൻസ് വെച്ച് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാം എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കണേന്ന്. അപ്പം മീഡിയ പ്രിപ്പയർഡ് ഫ്രം പ്യുവർ കോംപ്ലെക്സ് കെമിക്കൽ സബ്സ്റ്റൻസസ് ആൻഡ് ഇറ്റ്സ് എക്സാക്ട് കോമ്പോസിഷൻ ഈസ് നോൺ. ഓക്കെ, നമുക്ക് നേരത്തെ പറഞ്ഞ സെന്റൻസ് അല്ലേ? അപ്പോൾ നമ്മുടെ ഡിഫൈൻഡ് മീഡിയൻസിൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ്, എന്തൊക്കെയാണ് നമുക്കത് പറയാം. അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാം വെച്ചാണ്. നമുക്കിപ്പോൾ ഒരു ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു കൊടുക്കാം അല്ലേ, അറിയാമെങ്കിൽ. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയാണ് നമുക്കതങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ഡിഫൈൻഡ് എന്ന് വെച്ചാൽ നമുക്ക് പറയാം അതിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് അടങ്ങിയിരിക്കുന്നത്, എത്രയൊക്കെ അടങ്ങിയിരിക്കുന്നു നമുക്ക് പറയാം. അതിനെയാണ് നമ്മൾ സിന്തറ്റിക് മീഡിയ അല്ലെങ്കിൽ ഡിഫൈൻഡ് മീഡിയ എന്ന് പറയുന്നത്. പക്ഷേ ഈ ചില കോംപ്ലെക്സ് മീഡിയയുടെ കേസ് എടുക്കാം, നമ്മുടെ ബ്ലഡ് അഗർ ഒക്കെ. അപ്പോൾ അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോംപ്ലെക്സ് മീഡിയയിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ചില ബ്ലഡ് അഗറിൻ്റെ ഒന്നും നമുക്ക് അറിയില്ല എന്തെല്ലാമാണ് കറക്റ്റ് എക്സാക്റ്റ് ആയിട്ട് നമുക്കത് പറയാൻ പറ്റില്ല എന്തൊക്കെ ഉണ്ടെന്ന്. ഓക്കെ, അപ്പം നമ്മുടെ സിമ്പിൾ മീഡിയ പഠിച്ചു, കോംപ്ലെക്സ് മീഡിയ പഠിച്ചു. അടുത്തത് സിന്തറ്റിക് അല്ലെങ്കിൽ ഡിഫൈൻഡ് മീഡിയ പഠിച്ചു, സിന്തറ്റിക് ഓർ ഡിഫൈൻഡ്. അപ്പം സിമ്പിൾ മീഡിയ എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ ആണ്, ബേസൽ അല്ലേ? ഇതിൻ്റെ വേറൊരു പേര് ബേസൽ മീഡിയ. എക്സാമ്പിൾ ന്യൂട്രിയൻ്റ് അഗർ, ന്യൂട്രിയൻ്റ് ബ്രോത്ത് ആൻഡ് പെപ്റ്റോൺ വാട്ടർ. കോംപ്ലെക്സ് മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് അഗർ പറയാം അല്ലേ, മെക്കോൺകീസ് അഗർ ഒക്കെ പറയാം. അപ്പോൾ കോംപ്ലെക്സ് എന്ന് പറഞ്ഞാൽ അതിൽ കുറേ സംഭവങ്ങൾ ആഡഡ് ന്യൂട്രിയൻസ് സ്പെഷ്യൽസ് ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് എക്സാക്ട് കോമ്പോസിഷൻ ഒന്നും അങ്ങ് പറയാൻ പറ്റില്ല, കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കിടക്കുക കോംപ്ലെക്സ്. സിന്തറ്റിക് അല്ലെങ്കിൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം അതിൽ എന്തെല്ലാമാണ് കമ്പോണൻസ് അടങ്ങിയിരിക്കുന്നതെന്ന്. ഓക്കെ, ഇനി അടുത്തത് സ്പെഷ്യൽ മീഡിയ. അടുത്തത് ഏതാണ്? സ്പെഷ്യൽ മീഡിയ. സിമ്പിൾ മീഡിയ, കോംപ്ലെക്സ് മീഡിയ, സിന്തറ്റിക് ഓർ ഡിഫൈൻഡ്, സ്പെഷ്യൽ മീഡിയ. സ്പെഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അതിൽ സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ് വേണം, അതിന് സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ വേണം. കുറേ ടൈപ്പ് പറയുക സ്പെഷ്യൽ മീഡിയയിൽ. എൻറിച്ച്ഡ് മീഡിയ, എൻറിച്ച്മെൻറ്റ് മീഡിയ, സെലക്റ്റീവ് മീഡിയ, ഇൻഡിക്കേറ്റർ മീഡിയ. എത്ര എണ്ണം പറഞ്ഞു? ഒരു 7 ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ട് അതിന്. ഇൻഡിക്കേറ്റർ, ഡിഫറൻഷ്യൽ, ഷുഗർ മീഡിയ, ട്രാൻസ്പോർട്ട് മീഡിയ, മീഡിയ ഫോർ ബയോ കെമിക്കൽ റിയാക്ഷൻസ്. 7-8 ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം സിമ്പിൾ ഓർ ബേസൽ മീഡിയ പഠിച്ചു, പിന്നെ കോംപ്ലെക്സ് ആയിട്ടുള്ള മീഡിയ. അതിൽ എക്സാക്ട് കോമ്പോസിഷൻ ഒന്നും നമുക്ക് പറയാൻ പോലും പറ്റൂല. എക്സാമ്പിൾ നമ്മുടെ ബ്ലഡ് അഗർ. ഇനി നമ്മുടെ സിന്തറ്റിക് അല്ലെങ്കിൽ ഡിഫൈൻഡ് മീഡിയയിൽ നമുക്ക് പറയാം എക്സാക്ട് കോമ്പോസിഷൻ എന്താണെന്ന് നമുക്ക് പറയാം. ഇനി സ്പെഷ്യൽ മീഡിയയിലും ഇതുപോലെ സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ ആവശ്യം വരും. അതിനെ നമ്മൾ കുറേ ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് എൻറിച്ച്ഡ് മീഡിയ, പിന്നെ എൻറിച്ച്മെൻറ്റ് മീഡിയ. അടുത്തത് സെലക്റ്റീവ് മീഡിയ. എന്താണ്? എൻറിച്ച്ഡ്, എൻറിച്ച്മെൻറ്റ്, പിന്നെ സെലക്റ്റീവ് മീഡിയ, പിന്നെ എന്താണ്? ഇൻഡിക്കേറ്റർ മീഡിയ, ഇൻഡിക്കേറ്റർ മീഡിയ, ഡിഫറൻഷ്യൽ
ഡിഫറൻഷ്യൽ മീഡിയ, ഷുഗർ മീഡിയ, ട്രാൻസ്പോർട്ട് മീഡിയ, മീഡിയ ഫോർ ബയോകെമിക്കൽ റിയാക്ഷൻസ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ പറഞ്ഞു? സെലക്ട് നമ്മുടെ സ്പെഷ്യൽ മീഡിയയുടെ ക്ലാസിഫിക്കേഷനാ. സ്പെഷ്യൽ മീഡിയനെ നമ്മൾ എൻറിച്ച്ഡ് മീഡിയ, എൻറിച്ച്മെന്റ് മീഡിയ, സെലക്റ്റീവ് മീഡിയ, ഇൻഡിക്കേറ്റർ മീഡിയ, ഡിഫറൻഷ്യൽ മീഡിയ, ഷുഗർ മീഡിയ, ട്രാൻസ്പോർട്ട് മീഡിയ ആൻഡ് മീഡിയ ഫോർ ബയോകെമിക്കൽ റിയാക്ഷൻസ്. ഇനി നമ്മൾ അതിൽ ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, സ്പെഷ്യൽ മീഡിയയുടെ ക്ലാസിഫിക്കേഷൻ എൻറിച്ച്ഡ്, എൻറിച്ച്മെന്റ്, സെലക്റ്റീവ്, പിന്നെ എന്താണ് ഇൻഡിക്കേറ്റർ, ഡിഫറൻഷ്യൽ, ഷുഗർ മീഡിയ, ട്രാൻസ്പോർട്ട് മീഡിയ. ആദ്യം നമ്മൾ എൻറിച്ച്ഡ് മീഡിയ നോക്കാൻ പോവാണ്. ഇറ്റ് ഈസ് എൻറിച്ച്ഡ്, അതിൽ തന്നെ അറിയാം അല്ലേ, നമ്മൾ എൻറിച്ച് ചെയ്തു, അതായത് കുറേ എക്സ്ട്രാ ന്യൂട്രിയൻസ് ഒക്കെ ആഡ് ചെയ്തു. എന്തിൻ്റെ ഫോമിലാണ്? ബ്ലഡ്, സീറം, എഗ് യോക്ക് ഒക്കെ ആയിട്ട് നമ്മുടെ സിമ്പിൾ മീഡിയനെ നമ്മൾ ഇങ്ങനെ എല്ലാം ആഡ് ചെയ്ത് അതിനെ എൻറിച്ച്ഡ് മീഡിയ ആക്കി മാറ്റി. ഓക്കെ, അപ്പോൾ അതൊരു സ്പെഷ്യൽ മീഡിയ ആയി. അപ്പോൾ എൻറിച്ച്ഡ് മീഡിയ എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മുടെ ഫസ്റ്റീഡിയസ് ബാക്ടീരിയയ്ക്ക് വേണ്ടിയാണ്. അവർക്ക് സ്പെഷ്യൽ ന്യൂട്രിയൻസ് ഒക്കെ വേണ്ടേ, അതുകൊണ്ട് അവരിൽ എന്ത് ചെയ്തു? നമ്മുടെ സാധാരണ നമ്മൾ സിമ്പിൾ അല്ലെങ്കിൽ ബേസൽ മീഡിയയിൽ എന്ത് ആഡ് ചെയ്ത് കൊടുത്തു? എക്സ്ട്രാ ന്യൂട്രിയൻസ് ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. കൺസെപ്റ്റ് മനസ്സിലായില്ലേ? ഈ എക്സ്ട്രാ ന്യൂട്രിയൻസ് എന്തിൻ്റെ ഫോമിലൊക്കെയാ? ബ്ലഡോ, സീറമോ, എഗ് യോക്കോ ഇങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തത് എന്തിൻ്റെ ഫോമിലൊക്കെയാ? ബ്ലഡ്, സീറം, ഇങ്ങനെ തന്നെ എഴുതി വെക്കണേ ഇത്. അപ്പോൾ നമുക്ക് പിന്നെ എക്സാം ടൈമിൽ പെട്ടെന്ന് നോക്കാം. അപ്പോൾ സിമ്പിൾ അല്ലെങ്കിൽ ബേസൽ മീഡിയയിൽ എക്സ്ട്രാ ന്യൂട്രിയൻസ് ആഡ് ചെയ്ത് കൊടുത്തു. എന്തൊക്കെയാ? ബ്ലഡ്, സീറം, എഗ് യോക്ക് ഒക്കെ. എന്നിട്ട് നമ്മൾ അതിനെ എന്താക്കി മാറ്റി? എൻറിച്ച്ഡ് മീഡിയ ആക്കി മാറ്റി. എൻറിച്ച്ഡ് മീഡിയ. ഈ സിമ്പിൾ മീഡിയ ആർക്കേ പറ്റുള്ളൂ? നോൺ ഫസ്റ്റീഡിയസിനെ പറ്റൂ അല്ലേ? അപ്പൊ ഇത് ആർക്ക് പറ്റും? അങ്ങനെ ഇത് ആർക്കാ പറ്റും? ഫസ്റ്റീഡിയസ് ബാക്ടീരിയക്ക് പറ്റും അല്ലേ? ഫസ്റ്റീഡിയസ് എന്ന് പറഞ്ഞാൽ അവർക്ക് സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ വേണ്ടേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇത് നോൺ ഫസ്റ്റീഡിയസിനെ പറ്റൂ. ഇങ്ങനെ തന്നെ എഴുതി വെക്കണേ. അപ്പോൾ സിമ്പിൾ മീഡിയ അല്ലെങ്കിൽ ബേസൽ മീഡിയ എന്ന് പറയുന്നത് നോൺ ഫസ്റ്റീഡിയസ് ബാക്ടീരിയ, അവരെന്തും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുന്നവരാ അല്ലേ? പക്ഷെ അതിൽ ഇനിയും എക്സ്ട്രാ ന്യൂട്രിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തു, ബ്ലഡ്, സീറം, എഗ് യോക്ക് ഫോമിൽ. അപ്പോൾ അത് എന്തായി മാറി? എൻറിച്ച്ഡ് മീഡിയ. അപ്പോൾ അത് ആർക്കും പറ്റും? ഫസ്റ്റീഡിയസ് ബാക്ടീരിയയ്ക്ക് പറ്റും അല്ലേ? ഫസ്റ്റീഡിയസ് ബാക്ടീരിയയ്ക്ക് കുറേ സ്പെഷ്യൽ കാര്യങ്ങൾ വേണ്ടേ? അപ്പോൾ അതെല്ലാം കൂടെ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ നമ്മൾ എന്താക്കി? അതിൻ്റെ പേര് മാറ്റി. സിമ്പിൾ ഓർ ബേസൽ മീഡിയ എന്തായി മാറി? എൻറിച്ച്ഡ് മീഡിയ ആയി മാറി. അപ്പോൾ അതൊരു സ്പെഷ്യൽ അല്ലേ? സ്പെഷ്യൽ കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുത്തോണം. അപ്പോൾ അതൊരു സ്പെഷ്യൽ മീഡിയ ആണ്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ നമ്മൾ പഠിക്കേണ്ടേ എക്സാമ്പിൾ ഏതൊക്കെയാണ്? ബ്ലഡ് അഗർ, കോംപ്ലക്സ് മീഡിയയിൽ പറഞ്ഞത് ബ്ലഡ് അഗർ, ചോക്ലേറ്റ് അഗർ, ലോഫ്ലേഴ്സ്, സീറം സ്ലോപ്പ്, ഇതെല്ലാം എൻറിച്ച്ഡ് മീഡിയ ആണ് കേട്ടോ. ബ്ലഡ് അഗർ, ചോക്ലേറ്റ് അഗർ, ലോഫ്ലേഴ്സ്, സീറം സ്ലോപ്പ്, ഇതെല്ലാം എന്താണ്? എൻറിച്ച്ഡ് മീഡിയക്ക് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഏതൊക്കെയാണ് എക്സാമ്പിൾ? ബ്ലഡ് അഗർ, ചോക്ലേറ്റ് അഗർ, ലോഫ്ലേഴ്സ്, സീറം സ്ലോപ്പ്. എക്സാമ്പിൾ എഴുതി വെക്കണേ. എക്സാമ്പിൾ എൻറിച്ച്ഡ് മീഡിയയ്ക്ക് എക്സാമ്പിളുകൾ എപ്പോഴും ചോദിക്കുന്നതാണ്. ഏതാണ്? ഓരോന്നിൻ്റെ എക്സാമ്പിൾസ് ചോദിക്കുന്നതാണ്. അപ്പോൾ എൻറിച്ച്ഡ് മീഡിയയുടെ എക്സാമ്പിൾ ബ്ലഡ് അഗർ, ചോക്ലേറ്റ് അഗർ, ലോഫ്ലേഴ്സ്, സീറം സ്ലോപ്പ്. ഇനി അടുത്തതായിട്ട് സെലക്റ്റീവ് മീഡിയ. എൻറിച്ച്ഡ് മീഡിയ കഴിഞ്ഞു, ഇനി സെലക്റ്റീവ് മീഡിയ. എന്താണ് ഈ സെലക്റ്റീവ് മീഡിയ എന്ന് പറഞ്ഞാൽ? സെലക്റ്റീവ് മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള ബാക്ടീരിയകളോ എന്തെങ്കിലും അതിനെയൊക്കെ വളർച്ച തടയും. സെലക്റ്റീവായിട്ട് ആവശ്യമുള്ളതിനെ മാത്രമേ പ്രൊമോട്ട് ചെയ്യുള്ളൂ. ആവശ്യമില്ല, ഈ സെലക്റ്റീവ് മീഡിയ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ബാക്ടീരിയ അല്ലെങ്കിൽ കണ്ടാമിനേറ്റിംഗ് ബാക്ടീരിയ അതിനെയൊക്കെ അങ്ങ് തടയും. അതുപോലെ തന്നെ ഒരു മിക്സ്ചർ ബാക്ടീരിയ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ പത്തോജനെ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിനെന്താ? ഒരു സാധാരണ അഗർ മീഡിയനെ നമ്മൾ സെലക്റ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് ഇൻഹിബിറ്ററി ഏജന്റ് ആയിരിക്കും ആഡ് ചെയ്യുന്നത്. ഈ ഇൻഹിബിറ്ററി ഏജന്റ് എന്ന് പറയുന്നത് എന്തിനെ അഫക്റ്റ് ചെയ്യില്ല? ഈ പത്തോജനെ അഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ സാധാരണ ഒരു അഗർ മീഡിയ എടുക്കുവേ. ഈ അഗർ മീഡിയയിൽ നമ്മൾ ലിക്വിഡിൽ സോളിഡിഫൈങ് ഏജന്റ് ചേർത്ത് സോളിഡ് ആക്കിയില്ലേ, അതുപോലെ സാധാരണ ഒരു മീഡിയ എടുത്തിട്ട് അതിൽ എന്ത് ആഡ് ചെയ്യും? ഇൻഹിബിറ്ററി ഏജന്റ് ആഡ് ചെയ്യും. എന്താ ആഡ് ചെയ്യുന്നത്? ഇൻഹിബിറ്ററി ഏജന്റ്. അങ്ങനെ നമ്മളൊരു സെലക്റ്റീവ് മീഡിയ ഉണ്ടാക്കി.
അപ്പോൾ ഈ ഇൻഹിബിറ്ററി ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാന്നറിയോ? ഇൻഹിബിറ്ററി ഏജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ പത്തോജൻ, ഈ രോഗകാരിയായ ഒരു ഓർഗാനിസം ഇല്ലേ, അതിനെ ഇൻഹിബിറ്റ് ചെയ്യില്ല, ബാക്കി എല്ലാവരെയും അങ്ങ് ഇൻഹിബിറ്റ് ചെയ്ത് കളയും. അപ്പോൾ നമുക്ക് അതിനെ മാത്രം മനസ്സിലാക്കാൻ സഹായിക്കും അല്ലേ? അപ്പോൾ ഈ നമ്മൾ എന്തൊക്കെയാണെന്നറിയോ, എങ്ങനെയൊക്കെയാണ് നമ്മളൊരു സെലക്റ്റീവ് മീഡിയ ഉണ്ടാക്കണമെന്നറിയോ? ബൈ ദ അഡീഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്, ഡൈസ്, കെമിക്കൽസ്, അല്ലെങ്കിൽ pH മാറ്റിക്കൊടുക്കും, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ചെയ്യും. എന്തൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം? ആൻറ്റിബയോട്ടിക്, എന്തൊക്കെയാണ്? ആൻറ്റിബയോട്ടിക്, പിന്നെ ഡൈസ്, പിന്നെ നമ്മൾ എന്താണ്, കെമിക്കൽസ്, pH ചേഞ്ച് ആക്കും. ഇങ്ങനെ തന്നെ എഴുതണേ. സാധാരണ ഒരു അഗർ മീഡിയയിൽ നമ്മൾ ഇൻഹിബിറ്ററി ഏജൻസ് ആഡ് ചെയ്യുന്നു. ഈ ഇൻഹിബിറ്ററി ഏജൻസ് ബാക്കി എല്ലാവരെയും ഇൻഹിബിറ്റ് ചെയ്ത് കളഞ്ഞ് പത്തോജനെ മാത്രം നമുക്കൊന്നും സംഭവിക്കില്ല. പത്തോജനെ നമുക്ക് അറിയാൻ പറ്റും. ഇൻഹിബിറ്ററി ഏജന്റ് ആയിട്ട് നമ്മൾ ആന്റിബയോട്ടിക്, ഡൈ, കെമിക്കൽസ്, അല്ലെങ്കിൽ pH മാറ്റിക്കൊടുക്കും. അങ്ങനെ നമ്മൾ ഏത് മീഡിയ ഉണ്ടാക്കും? സെലക്റ്റീവ് മീഡിയ ഉണ്ടാക്കുന്നു. അപ്പോൾ സെലക്റ്റീവ് മീഡിയ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പോൾ നമ്മൾ എൻറിച്ച്ഡ് മീഡിയ പഠിച്ചു. അപ്പോൾ നമ്മുടെ ഏതാണ് സ്പെഷ്യൽ മീഡിയ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിൽ എൻറിച്ച്ഡ് മീഡിയ പഠിച്ചു. അതായത് സാധാരണ ഒരു മീഡിയയിൽ നമ്മൾ എന്താ ചെയ്ത, കുറെ ന്യൂട്രിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തു. ഏത് ഫോമില്? ബ്ലഡ് സീറം, എഗ് യോക്ക്, ബ്ലഡ് സീറം, എഗ് യോക്ക്, അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ എൻറിച്ച്ഡ് മീഡിയ ആയി. അപ്പോൾ സാധാരണ മീഡിയ നോൺ ഫസ്റ്റീഡിയസിനല്ലേ പറ്റൂ. ഇങ്ങനെ എൻറിച്ച് ചെയ്തപ്പോൾ ഫസ്റ്റീഡിയസ് ബാക്ടീരിയയ്ക്കും പറ്റും. എക്സാമ്പിൾ നമ്മൾ ബ്ലഡ് അഗർ പറഞ്ഞു, ചോക്ലേറ്റ് മീഡിയ അഗർ പറഞ്ഞു, ലോഫ്ലേഴ്സ് സീറം സ്ലോപ്പ് പറഞ്ഞു. അടുത്ത നമ്മൾ സെലക്റ്റീവ് മീഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ മീഡിയയിൽ കുറച്ച് ഇൻഹിബിറ്ററി ഏജന്റ് ആഡ് ചെയ്ത് കൊടുത്തു. അത് പത്തോജനെ മാത്രം എഫക്റ്റ് ചെയ്യാത്ത ആന്റിബയോട്ടിക്, ഡൈ, കെമിക്കൽസ്, pH ചേഞ്ച്. അപ്പോൾ എന്തായി മാറി? സെലക്റ്റീവ് മീഡിയ ആയി മാറി. എക്സാമ്പിൾ എന്താണ്? കുറച്ച് സെലക്റ്റീവ് മീഡിയയ്ക്ക് എക്സാമ്പിൾ നമ്മുടെ മെക്കോൺഗീസ് മീഡിയ. ആർക്കാണത്? ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്ക്. മെക്കോൺഗീസ് മീഡിയ ഫോർ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. നമ്മൾ ഗ്രാം സ്റ്റെയിനിങ് പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ അവിടെ പ്രൈമറി സ്റ്റെയിൻ കൊടുക്കുന്നത് ഗ്രാം പോസിറ്റീവും, കൗണ്ടർ സ്റ്റെയിൻ്റെ ഡീകളറൈസേഷന് ശേഷം കൗണ്ടർ സ്റ്റെയിൻ കൊടുക്കുന്നത് ഗ്രാം നെഗറ്റീവ്. സ്റ്റെയിനിങ് ഒക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഈ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്ക് വേണ്ടിയുള്ള മീഡിയയാണ് മെക്കോൺഗീസ് മീഡിയ. ഇനി അടുത്തത് TCBS എന്ന് പറയുന്ന, അതാണ് വിബ്രിയോ കോളറയ്ക്ക്. എന്താണ് TCBS? അപ്പോൾ ഓരോന്നിനും സെലക്റ്റീവ് ആയിട്ടുള്ള മീഡിയ അല്ലെ? TCBS മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? തയോസൾഫേറ്റ്, സിട്രേറ്റ്, ബൈൽ സോൾട്ട്, ക്രോസഗർ മീഡിയ. അതിനെയാണ് നമ്മൾ TCBS മീഡിയ എന്ന് പറയുന്നത്. അത് ആർക്ക് വേണ്ടിയുള്ളതാ? വിബ്രിയോ കോളറെ. നോട്ട് ചെയ്ത് വെച്ചോ. തയോസൾഫേറ്റ്, സിട്രേറ്റ്, ബൈൽ സോൾട്ട്, സുക്രോസഗർ മീഡിയ. ഇനി LJ മീഡിയ. L എന്ന് പറഞ്ഞാൽ ലോവൻസ്റ്റീൻ ജെൻസൺ മീഡിയ. അതെന്തിനാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസിന് വേണ്ടിയുള്ളത്. ഇനി വിൽസൺ ആൻഡ് ബ്ലെയർ മീഡിയ. അത് ആർക്കാ ഉള്ളത്? വിൽസൺ ആൻഡ് ബ്ലെയർ മീഡിയ സാൽമണല്ല ടൈഫിക്കാണ് വിൽസൺ ആൻഡ് ബ്ലെയർ മീഡിയ. ഇനി പൊട്ടാഷ്യം ടെലുറേറ്റ് മീഡിയ. അതാർക്കാണ്? ഡിഫ്തീരിയ ബാസിലൈക്കാണ്. അപ്പോൾ നമ്മൾ സെലക്റ്റീവ് മീഡിയ എന്ന് പറഞ്ഞാൽ സാധാരണ അഗർ മീഡിയയിൽ നമ്മൾ ഇൻഹിബിറ്ററി ഏജന്റായ ആന്റിബയോട്ടിക്, ഡൈസ്, കെമിക്കൽസ്, pH വ്യത്യാസം വരുത്തി അതിനെ സെലക്റ്റീവ് മീഡിയ ആക്കുന്നു. അത് ചില ഓർഗാനിസത്തിനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഓരോന്നിനും ഗ്രാം നെഗറ്റീവിന് നമ്മുടെ മെക്കോൺഗീസ് മീഡിയ, നമ്മുടെ കോളറയുടെ ഓർഗാനിസത്തിന് ഏത് മീഡിയയാണ്? TCBS മീഡിയ. TCBS തയോസൾഫേറ്റ്, സിട്രേറ്റ്, ബൈൽ സോൾട്ട്, സുക്രോസഗർ മീഡിയ. അത് ഏതിനാണ്? കോളറ ഉണ്ടാക്കുന്ന ഓർഗാനിസം. ഇനി നമ്മുടെ TB ഉണ്ടാക്കുന്ന മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് അല്ലെ, ആസിഡ് ഫാസ്റ്റ് ബാസിലയാണത്. അതിനെന്താണ് മീഡിയ വേണ്ടത്? LJ മീഡിയ, ലോവൻസ്റ്റീൻ ജെൻസൺ മീഡിയ. ഇനി സാൽമണല്ല ടൈഫി, നമ്മുടെ ടൈഫോയിഡ് ഉണ്ടാക്കുന്ന സാൽമണല്ല ടൈഫിക്ക് ഏതാ വേണ്ടത്? വിൽസൺ ആൻഡ് ബ്ലെയർ മീഡിയ. ഏതാണ്? വിൽസൺ ആൻഡ് ബ്ലെയർ മീഡിയ. ഇനി ഡിഫ്തീരിയ ഉണ്ടാക്കുന്ന ഓർഗാനിസം ഇല്ലേ, ഡിഫ്തീരിയ ബാസിലൈ, അതിനെന്താ വേണ്ടത്? ഡിഫ്തീരിയ ബാസിലൈക്ക് പൊട്ടാഷ്യം ടെലുറൈറ്റ് മീഡിയ. ഏതാണ്? പൊട്ടാഷ്യം ടെലുറൈറ്റ് മീഡിയ. ഡിഫ്തീരിയ ബാസിലൈക്കാണ് പൊട്ടാഷ്യം ടെലുറൈറ്റ് മീഡിയ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മുടെ എൻറിച്ച്ഡ് മീഡിയ കഴിഞ്ഞു അല്ലെ? എൻറിച്ച്ഡ് മീഡിയ കഴിഞ്ഞു, അത് കഴിഞ്ഞ് സെലക്റ്റീവ് മീഡിയ കഴിഞ്ഞു. അടുത്ത ഹെഡിങ് ആണ് ഇത്, ഹെഡിങ് എഴുതണം. എൻറിച്ച്മെന്റ് മീഡിയ. എൻറിച്ച്മെന്റ് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതും ഇതുപോലെ എന്താണ്? അതൊരു ലിക്വിഡ് മീഡിയയാണ്. അതെന്താ ചെയ്യും? അതും ചില കമൻസാലുകളെ അതിനെ ഇൻഹിബിറ്റ് ചെയ്യും അല്ലെ? ചില ബാക്കി നമുക്ക് ആവശ്യമില്ലാത്ത ചിലരെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. എക്സാമ്പിൾ ഏതാണ്?
എക്സാമ്പിൾ നമ്മുടെ സെലനൈറ്റ് എഫ് ബ്രോത്ത്, ടെട്രാതയോണൈറ്റ് ബ്രോത്ത്, ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ. അപ്പൊ ഇതെല്ലാം എന്ത് ചെയ്യുന്നറിയോ, നമ്മുടെ ഈ ഫീസസിന്റെ സ്പെസിമെനിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പത്തോജനെ എടുക്കാൻ സഹായിക്കുന്നു. ആരൊക്കെയാണ്? എൻറിച്ച്മെന്റ് മീഡിയയിൽ സെലനൈറ്റ് എഫ് ബ്രോത്ത്, ടെട്രാതയോണൈറ്റ് ബ്രോത്ത്, ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ. അപ്പൊ അതിൽ തന്നെ സെലനൈറ്റ് എഫ് ബ്രോത്ത് എന്തിന് ഐസൊലേറ്റ് ചെയ്യാൻ? നമ്മുടെ സാൽമൊണല്ല, ഷിഗെല്ലനെ ഐസൊലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അടുത്ത ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ, വിബ്രിയോ കോളറേനെ. അപ്പൊ എഴുതി വെക്കാമേ, ഒന്ന് സെലനൈറ്റ് എഫ് ബ്രോത്ത്, അടുത്തത് ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ, പിന്നെ ഒന്നും കൂടെ പഠിച്ചില്ലേ, ടെട്രാതയോണൈറ്റ് ബ്രോത്ത്. അപ്പൊ എൻറിച്ച്മെന്റ് മീഡിയം ഇതുപോലെ ആവശ്യമില്ലാത്ത കമൻസാലുകളെ കളയുന്നതാണ്. അതിൽ നമ്മൾ 3 പേരെ പഠിച്ചു അല്ലെ, 3 എക്സാമ്പിൾസ് പഠിച്ചില്ല എൻറിച്ച്മെന്റിൽ. ഒന്ന് സെലനൈറ്റ് എഫ് എന്ന് പറഞ്ഞാൽ ഫീസസിൽ നിന്നുള്ളതിനാണ് ഉദ്ദേശിക്കുന്നത് എഫ് കേട്ടാ. സെലനൈറ്റ് എഫ് ബ്രോത്ത് അത് എന്തിനൊക്കെയാണ്? സാൽമൊണല്ല, ഷിഗെല്ല. നോട്ട് ചെയ്യണേ, സാൽമൊണല്ല, ഷിഗെല്ല. കണ്ട, എസ് ഉള്ള 2 പേരെന്ന് ആലോചിക്കുക അല്ലെ. സാൽമൊണല്ലയും ഷിഗെല്ലയ്ക്കും ഏതാണ്? എന്തായിരുന്നു? സെലനൈറ്റ് എഫ് ബ്രോത്ത്. അടുത്ത ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ നമ്മുടെ വിബ്രിയോ കോളറയ്ക്കാണ്. കോളറ ഉണ്ടാക്കുന്ന ഓർഗാനിസത്തിന് ഏതാണ്? ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ. നമ്മൾ ഇവിടെ എന്തോ പറഞ്ഞല്ലോ, TCBS അല്ലെ, TCBS പറഞ്ഞിരുന്നു നമ്മൾ. അതെന്തായിരുന്നു? TCBS എന്ത് മീഡിയ ആണ്? സെലക്റ്റീവ് മീഡിയ അല്ലെ. TCBS സെലക്റ്റീവ് മീഡിയ, എൻറിച്ച്മെന്റ് മീഡിയ ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ അല്ലെ. അപ്പോൾ നമ്മുടെ വിബ്രിയോ കോളറൈനെ പ്രത്യേകം വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോ. വിബ്രിയോ കോളറയുടെ സെലക്റ്റീവ് മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? TCBS. ഇനി എൻറിച്ച്മെന്റ് മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ. ഇതിങ്ങനെ നോട്ട് ചെയ്യണേ, അല്ലെങ്കിൽ നമുക്ക് എല്ലാം ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ നിൽക്കും, പിന്നെ എല്ലാം കൂടെ പഠിച്ചു കഴിയുമ്പോൾ മറന്നു പോകും. അപ്പൊ പരീക്ഷ സമയത്ത് നോക്കാനായിട്ട് നിങ്ങളിപ്പോൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ട് ക്ലാസ് പഠിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മളൊരു ബുക്കും പേപ്പറും എടുത്തു വെച്ച് പറയുന്നത് ചെറിയ നോട്ടാക്കി എഴുതുക. അപ്പൊ നമുക്ക് പിന്നെ ഒന്നുകൂടെ ക്ലാസ് കാണേണ്ടി വരില്ല അല്ലെ. റിവിഷന് നമ്മൾ ഈ എഴുതി വെച്ച പേപ്പർ ഒന്നുകൂടെ നോക്കിയാൽ മതിയാവും. അപ്പൊ നമ്മൾ ഇതിൽ എൻറിച്ച്മെന്റ് മീഡിയ എന്ന് എഴുതുക, എന്നിട്ട് അതിൽ നമ്മൾ എക്സാമ്പിളുകൾ എഴുതുക. സെലനൈറ്റ് എഫ് ബ്രോത്ത്, അത് എസ് വെച്ചുള്ള 2 പേര് അല്ലെ, സാൽമൊണല്ല, ഷിഗെല്ല. ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ ആരെ കണ്ടുപിടിക്കാൻ? ആൽക്കലൈൻ പെപ്റ്റൈൻ വാട്ടർ വിബ്രിയോ കോളറ. അപ്പൊ നമ്മൾ വിബ്രിയോ കോളറ അപ്പൊ എന്താ? നമ്മളൊരു കാര്യം പഠിക്കും, നമ്മൾ മുന്നേ പഠിച്ചതുമായിട്ട് ലിങ്ക് ചെയ്ത് നോക്കുക. അപ്പൊ നമ്മൾ മുന്നേ നേരത്തെ പഠിച്ചു അല്ലെ, വിബ്രിയോ കോളറയ്ക്കുള്ള സെലക്റ്റീവ് മീഡിയ എന്താണ്? TCBS എന്ന് പഠിച്ചു അല്ലെ. അപ്പൊ അതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഒന്ന് നമ്മൾ പഠിച്ചത് ടെട്രാതയോണൈറ്റ് ബ്രോത്ത്. അപ്പൊ ഇവിടെ പഠിച്ചു ഒന്നുകൂടെ നോക്കാം. മെക്കോൺഗീസ് മീഡിയം ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയ്ക്ക്, TCBS എന്താണ്? വിബ്രിയോ കോളറയ്ക്ക്. LJ മീഡിയം ആർക്കാണ്? LJ ട്യൂബർക്കുലോസിസ് അല്ലെ, മൈക്കോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്. ഇനി നമ്മുടെ ടൈഫോയിഡ് ഉണ്ടാക്കുന്നതാണ് സാൽമൊണല്ല ടൈഫിയാണ്, വിൽസൺ ആൻഡ് ബ്ലെയർ മീഡിയ. ഇനി ഡിഫ്തീരിയയ്ക്കുള്ളതാണ് പൊട്ടാഷ്യം ടെലൂറേറ്റ് മീഡിയ. ഓക്കെ ആണോ? കൂടെ തന്നെ പഠിച്ചു പോകാൻ ശ്രമിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ടഫായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലേ. നമ്മൾ ഓർത്ത് വെക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്, അതുപോലെ വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ് അല്ലേ. പക്ഷെ നമുക്ക് പഠിച്ചല്ലേ പറ്റുള്ളൂ. അടുത്തത് നമ്മുടെ ഡിഫറൻഷ്യൽ മീഡിയ. അപ്പൊ നമ്മൾ എൻറിച്ച്ഡ് മീഡിയ പഠിച്ചു അല്ലെ. ആദ്യം എൻറിച്ച്ഡ് പഠിച്ചു, സെലക്റ്റീവ് മീഡിയ പഠിച്ചു, എൻറിച്ച്മെന്റ് മീഡിയ പഠിച്ചു. അടുത്തത് ഡിഫറൻഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ മീഡിയ. അപ്പൊ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ബാക്ടീരിയനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ആ പേരിൽ നിന്ന് തന്നെ ഉണ്ട് അതിൻ്റെയൊക്കെ സംഭവങ്ങൾ കേട്ടോ. ഡിഫറൻറ്റ് ബാക്ടീരിയനെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാം അതിൻ്റെ കളറിൻ്റെ, കോളനി കളറിൻ്റെ ബേസിസിൽ. നമ്മൾ അതിന് പല തരത്തിലുള്ള സംഭവങ്ങൾ, ഡൈ ഉപയോഗിക്കുന്നു, മെറ്റബോളിക് സബ്സ്ട്രേറ്റ് ഉപയോഗിക്കുന്നു. അപ്പം നമുക്കില്ലേ പലതരത്തിലുള്ള, അപ്പം നമ്മൾ പല രീതിയിലെ കളറിൽ അത് വരും കേട്ടോ. അതുകൊണ്ടാണ് ഇതിനെ ഡിഫറൻഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ മീഡിയ. ഇതും ഹെഡിങ് ആയിട്ട് എഴുതിക്കോളേ. എന്താണ്? ഡിഫറൻഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ. ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ, അങ്ങനെയാണ്. അതിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാ നോക്കിയേ. നമ്മുടെ നേരത്തെ പറഞ്ഞു അല്ലെ, TCBS പറഞ്ഞിരുന്നു നമ്മുടെ വിബ്രിയോ കോളറയ്ക്ക്. ഇനി XLD അഗർ, അത് പുതിയതാളാ അല്ലെ. ഡിഫറൻഷ്യൽ XLD അഗർ. മെക്കോൺഗീസ് അഗർ, മെക്കോൺഗി നമ്മൾ വേറെ പറഞ്ഞു, ഗ്രാം നെഗറ്റീവിന് പറഞ്ഞിരുന്നു സെലക്റ്റീവ് മീഡിയയിൽ. ഇത് പറഞ്ഞിട്ടില്ലായിരുന്നു. TCBS നമ്മൾ പറഞ്ഞിരുന്നു നേരത്തെ, മെക്കോൺഗി നമ്മൾ പറഞ്ഞു. പുതിയതായിട്ട് നമ്മളിവിടെ പഠിക്കുന്നത് ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ മീഡിയയിൽ പഠിക്കുന്നത്
പറയുന്നത് XLD അഗർ. പിന്നെ CLED, ലെഡ് എന്ന് പോലും ആലോചിക്കുക, CLEDും XLD. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താണ് നമ്മുടെ സിമ്പിൾ മീഡിയം കോംപ്ലക്സ് മീഡിയയും പറഞ്ഞു അല്ലെ. സിമ്പിൾ മീഡിയ പറഞ്ഞു, കോംപ്ലക്സ് മീഡിയ പറഞ്ഞു. നമുക്കൊന്ന് റിവൈൻഡ് അടിക്കാം. നമ്മൾ ഫസ്റ്റ് സിമ്പിൾ മീഡിയ പറഞ്ഞു, അതിനുശേഷം നമ്മൾ കോംപ്ലക്സ് മീഡിയ പറഞ്ഞു, പിന്നെ നമ്മൾ സിന്തറ്റിക് അല്ലെങ്കിൽ ഡിഫൈൻഡ് മീഡിയ പറഞ്ഞു. അപ്പോൾ അതിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ. കോംപ്ലക്സിൽ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റില്ല. പിന്നെ നമ്മൾ സ്പെഷ്യൽ മീഡിയയിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. സ്പെഷ്യലാണ്, കുറേ ന്യൂട്രിയൻസ് ഒക്കെ ആഡ് ചെയ്തു. അതിൽ ആദ്യം തന്നെ എൻറിച്ച്ഡ് മീഡിയ, അതായത് സാധാരണത്തിൽ കുറേ എക്സ്ട്രാ ന്യൂട്രിയൻസ് ആഡ് ചെയ്ത് ഉണ്ടാക്കിയതാ അല്ലെ. എക്സാമ്പിൾ ബ്ലഡ് അഗർ, ചോക്ലേറ്റ് അഗർ, ലോഫ്ലേഴ്സ്, സീറം സ്ലോപ്പ്. ഓക്കെ ആണോ? എൻറിച്ച്ഡ് മീഡിയ ഓക്കെയാണ്. അടുത്ത സെലക്റ്റീവ് മീഡിയ, അതായത് ചില ഇൻഹിബിറ്ററി ഏജന്റുകൾ ആഡ് ചെയ്തുണ്ടാക്കിയെടുത്തതാണ് അല്ലെ സെലക്റ്റീവ് മീഡിയ. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ മെക്കോൺകി മീഡിയ ഫോർ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ, TCBS, വിബ്രിയോ കോളറെ, LJ മീഡിയ ഏതാണ് ഓർത്തു നോക്കൂ, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് പഠിക്കാൻ വേണ്ടിയാട്ടോ. LJ മീഡിയ ഫോർ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. വിൽസൺ ആൻഡ് ബ്ലെയർ, ഏതാണ് വിൽസൺ ആൻഡ് ബ്ലെയർ? സാൽമണല്ല ടൈഫി. പൊട്ടാഷ്യം ടോളറേറ്റ് മീഡിയ, ഡിഫ്തീരിയ ബാസിലൈ. ഓക്കെ, ഇതെല്ലാം സെലക്റ്റീവ് മീഡിയ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എൻറിച്ച്മെന്റ് മീഡിയ, അതെന്താണ്? കുറെ പത്തോജൻസിനെ ഫീക്കൽ സ്പെസിമെനിൽ നിന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അല്ലേ. അതിന് നമ്മൾ 3 എക്സാമ്പിൾ പറഞ്ഞു. സെലനൈറ്റ് എഫ് ബ്രോത്ത്, ടെട്രാ തയോണേറ്റ് ബ്രോത്ത്, ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ. സെലനൈറ്റ് എഫ് ബ്രോത്ത് 2 ഓർഗാനിസം, സാൽമണല്ലയ്ക്കും ഷിഗല്ലയ്ക്കും. ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ ഏതിനാ? വിബ്രിയോ കോളറയ്ക്ക്. വിബ്രിയോ കോളറയ്ക്ക് നമ്മൾ മുന്നേ പഠിച്ച സെലക്റ്റീവ് മീഡിയ TCBS ആയിരുന്നു. വിബ്രിയോ കോളറയ്ക്ക് ഇപ്പൊ പഠിച്ച എൻറിച്ച്മെന്റ് മീഡിയ ഏതായിരുന്നു? ആൽക്കലൈൻ പെപ്റ്റോൺ വാട്ടർ ആണ്. അതിനുശേഷം നമ്മൾ പഠിക്കാൻ പോയത് ഏതാണ്? ഡിഫറൻഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ മീഡിയ. അത് നമ്മൾ കോളനി കളർ വെച്ചിട്ട് സെല്ലുലാർ ബാക്ടീരിയനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. എക്സാമ്പിൾ മെക്കോൺകി അഗർ, പിന്നെ TCBS മീഡിയ, പിന്നെ XLD അഗർ, CLED അഗർ. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാൻസ്പോർട്ട് മീഡിയ. ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ മീഡിയയ്ക്ക് ശേഷം ട്രാൻസ്പോർട്ട് മീഡിയ. അപ്പോൾ അവിടെ എന്താണെന്നറിയോ, ഇതെന്തെങ്കിലും നമുക്കൊരു ട്രാൻസ്പോർട്ടേഷന്റെ സമയത്ത് ഉപയോഗിക്കേണ്ടി വരുന്നതാണ് കേട്ടോ ഈ ട്രാൻസ്പോർട്ട് മീഡിയ. അതായത് നമ്മളിപ്പോൾ ലാബിലോട്ട് കൊണ്ടുവരുന്ന, കളക്ട് ചെയ്ത് ലാബിലോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ കണ്ടാമിനേഷൻ ഒന്നും നടക്കാതിരിക്കാനായിട്ട്. അതിന് എക്സാമ്പിൾ എന്തൊക്കെയാന്ന് നോക്കിയേ. VR ഫ്ലൂയിഡ്, സ്റ്റുവർട്ട്സ് മീഡിയ, അമീസ് മീഡിയ. ഇതൊക്കെയാണ് ട്രാൻസ്പോർട്ട് മീഡിയയ്ക്ക് എക്സാമ്പിൾ. ഏതൊക്കെയാണ്? VR ഫ്ലൂയിഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാം കേട്ടോ. എക്സാമ്പിൾ VR ഫ്ലൂയിഡ്, സ്റ്റുവർട്ട് മീഡിയ. സ്റ്റുവർട്ട് മീഡിയ, അമീസ് മീഡിയ നമ്മൾ നേരത്തെ പഠിച്ച അല്ലേ. പുതിയ ആളെ പഠിക്കുന്നത് ഇവിടെ VR ഫ്ലൂയിഡ് ആണ്. VR ഫ്ലൂയിഡ്, സ്റ്റുവർട്ട് മീഡിയ, അമീസ് മീഡിയ, ഇത് 3മാണ് ട്രാൻസ്പോർട്ട് മീഡിയയ്ക്ക് ഉദാഹരണം. ഒന്നുമില്ല, അത് ലാബിലോട്ട് കൊണ്ടുവരണ വരെ അത് ട്രാൻസ്പോർട്ട് ചെയ്യണ്ടേ, അപ്പത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്ന മീഡിയ ആണ് കേട്ടോ. അതിൽ വേറെ ബാക്ടീരിയൽ ഗ്രോത്ത് ഒക്കെ തടയാനായിട്ട്. ഇനി ഈ മീഡിയയിൽ തന്നെ ഓക്സിജൻ വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. അപ്പൊ അതിൽ ഓക്സിജൻ വേണ്ടതിന് എയ്റോബിക്കും, ഓക്സിജൻ വേണ്ടാത്തതിന് അനൈറോബിക്കും. അനൈറോബിക് മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അനൈറോബിക് മീഡിയയ്ക്ക് അനൈറോബിക് ബാക്ടീരിയ ഉണ്ട്. അപ്പൊ അവർക്കാണെങ്കിൽ അവർക്ക് സ്പെഷ്യൽ മീഡിയ മതി, അവർക്ക് ഓക്സിജൻ കുറവ് മതി അല്ലെ. ഓക്സിജൻ ഒന്നും വേണ്ട, കുറവ് മതി. അതാണ് നമ്മൾ അനൈറോബിക് മീഡിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓക്സിജൻ റിക്വയർമെന്റിന്റെ ബേസിസിൽ നമുക്ക് എന്തായിട്ട് മീഡിയനെ ഡിവൈഡ് ചെയ്യാം? എയ്റോബിക് മീഡിയ ആൻഡ് അനൈറോബിക് മീഡിയ. എയ്റോബിക്കും അനൈറോബിക്കും. അതിൽ അനൈറോബിക്കിന് എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുണ്ട്. ഏതാണ്? റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയ, തയോഗ്ലൈക്കോലേറ്റ് മീഡിയ. ഓക്കെ, അപ്പൊ നമ്മൾ ഓക്സിജൻ റിക്വയർമെന്റിന്റെ ബേസിസിൽ എയ്റോബിക്കും അനൈറോബിക്കും ഉണ്ട്. എയ്റോബിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ ആവശ്യമുള്ള ബാക്ടീരിയനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയുള്ള, എയ്റോബിക് ബാക്ടീരിയ ഗ്രോ ചെയ്യാനുള്ള മീഡിയ അല്ലെ. അതിൽ നമുക്ക് മെക്കോൺകീസ് മീഡിയ പറയാം, മാനിറ്റോൾ അഗർ മീഡിയ പറയാം. ഓക്കെ, എയ്റോബിക്കും അനൈറോബിക്കും. എയ്റോബിക് എന്ന് വെച്ചാൽ എയ്റോബിക് ബാക്ടീരിയനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയുള്ള മീഡിയയാണ്, അതായത് ഓക്സിജൻ ആവശ്യമുള്ള ബാക്ടീരിയന്. അനൈറോബിക്കിന്, അപ്പൊ എയ്റോബിക്കിന് എക്സാമ്പിൾ നമുക്ക് മെക്കോൺകീസ് ബ്രോത്ത് പറയാം, മാനിറ്റോൾ സോൾട്ട് അഗർ ഒക്കെ പറയാം. ജസ്റ്റ് ഓർത്ത് വെച്ചോ, അത് ഇതിലില്ല, പക്ഷെ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. മെക്കോൺകീസ് ബ്രോത്തും മാനിറ്റോൾ സോൾട്ട് അഗറും. അനൈറോബിക്കിന് എക്സാമ്പിൾ എന്താണ്? റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയ. ഏതാണ്? റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയ. റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് മീഡിയ. പിന്നെ ഏതാണ്? തയോഗ്ലൈക്കോലേറ്റ് മീഡിയ. തയോഗ്ലൈക്കോലേറ്റ് മീഡിയ.
അപ്പൊ എയ്റോബിക് മീഡിയയും അനേറോബിക് മീഡിയയും ഉണ്ട്. എയ്റോബിക് എന്ന് പറഞ്ഞാൽ എന്താണ്? മെക്കോൺഗിയും നമ്മുടെ മാനിറ്റോളും പറയാം. ഇത് റോബർട്ട്സൺ കുക്ക്ഡ് മീറ്റ് ബ്രോത്തും തയോഗ്ലൈക്കലേറ്റ് ബ്രോത്തും. നമ്മൾ മീഡിയ എന്താന്ന് പഠിച്ചു. മീഡിയയിൽ എന്തിനാ മീഡിയ എന്ന് പറഞ്ഞു? അതിന്റെ കൺസിസ്റ്റൻസിയുടെ ബേസിസിൽ സോളിഡ്, ലിക്വിഡ്, സെമി സോളിഡ്, ബൈഫേസിക് അല്ലെ? സോളിഡ് ആയിട്ടുള്ളത്, ലിക്വിഡ് ആയിട്ടുള്ളത്. ലിക്വിഡിനെ സോളിഡ് ആക്കാൻ നമ്മൾ സോളിഡിഫൈങ് ഏജന്റ് ആയി അഗർ ചേർത്തു. അഗർ കുറച്ച് ചേർത്തപ്പോൾ സെമി സോളിഡ് ആയി. സോളിഡും ലിക്വിഡും ചേർന്നതിന് ബൈഫേസിക്. പിന്നെ സിമ്പിൾ ആയിട്ടുള്ള ബേസൽ മീഡിയ അല്ലെ? അത് നോൺ ഫെസ്റ്റീഡിയസ്. സ്പെഷ്യൽ ഒന്നും കാര്യവും വേണ്ട, എന്തും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവർക്ക് പറ്റിയതാണ് സിമ്പിൾ മീഡിയ അല്ലെങ്കിൽ എന്താണ് ബേസൽ മീഡിയ. പിന്നെ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള മീഡിയ, പക്ഷെ അതിലെ എക്സാക്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് അറിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഏതാണ് സിമ്പിൾ ഓർ ബേസലും കോംപ്ലക്സ് മീഡിയ പറഞ്ഞു. പിന്നെ നമ്മൾ കുറേ ടൈപ്പ്, സ്പെഷ്യൽ മീഡിയയിൽ കുറേ ടൈപ്പ് പറഞ്ഞു അല്ലെ? പിന്നെ സിന്തറ്റിക് ഓർ ഡിഫൈൻഡ് മീഡിയ, അതിൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമുക്ക് അറിയാം, എന്താണെന്ന് നമുക്ക് കറക്റ്റ് അറിയാം. അതിനെ സിന്തറ്റിക് ഓർ ഡിഫൈൻഡ് മീഡിയ. അത് കഴിഞ്ഞ് നമ്മൾ സ്പെഷ്യൽ മീഡിയ പറഞ്ഞു, സ്പെഷ്യൽ റിക്വയർമെന്റ്സ് ചേർത്തത്. അതിൽ എൻറിച്ച്ഡ് ഉണ്ട്, എൻറിച്ച്മെന്റ് ഉണ്ട്, ഇൻഡിക്കേറ്റർ ഓർ ഡിഫറൻഷ്യൽ മീഡിയ പറഞ്ഞു, സെലക്റ്റീവ് മീഡിയ പറഞ്ഞു. അങ്ങനെ കുറേ ടൈപ്പ് മീഡിയ പറഞ്ഞു അല്ലെ? ക്ലിയർ ആയിട്ട് നമ്മളെല്ലാം കൺസെപ്ച്വൽ വൈസ് നോക്കിയിട്ടുണ്ട്. അടുത്ത ഓക്സിജൻ റിക്വയർമെന്റിന്റെ ബേസിസിൽ നമ്മൾ എയ്റോബിക് മീഡിയ പറഞ്ഞു, അനേറോബിക് മീഡിയ പറഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ ട്രാൻസ്പോർട്ട് മീഡിയയും പറഞ്ഞിരുന്നു അല്ലെ? നമ്മുടെ സെലക്റ്റീവ് മീഡിയക്കാണ് നമ്മൾ കുറേ, സെലക്റ്റീവ് അല്ലല്ലോ, സ്പെഷ്യൽ മീഡിയക്ക് നമ്മൾ കുറേ ഡിഫറെന്റ് എക്സാമ്പിൾസ് പറഞ്ഞു, കുറേ ക്ലാസിഫിക്കേഷൻ. എൻറിച്ച്ഡ് മീഡിയ, എൻറിച്ച്മെന്റ് മീഡിയ, സെലക്റ്റീവ് മീഡിയ, ഇൻഡിക്കേറ്റർ മീഡിയ, ഡിഫറൻഷ്യൽ മീഡിയ, ഷുഗർ മീഡിയ, ട്രാൻസ്പോർട്ട് മീഡിയ. ട്രാൻസ്പോർട്ട് മീഡിയ നമ്മൾ പറഞ്ഞു, ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്നത് അല്ലെ? പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? എയ്റോബിക് മീഡിയ, അനേറോബിക് മീഡിയയും പറഞ്ഞു. ഓക്സിജൻ ആവശ്യമുള്ള ബാക്ടീരിയനെ ഗ്രോ ചെയ്യാൻ എയ്റോബിക് മീഡിയ, അല്ലാത്തത് തന്നെ നമ്മൾ അനേറോബിക് മീഡിയ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മീഡിയയും അതിന്റെ കുറച്ച് ക്ലാസിഫിക്കേഷനുമാണ് പഠിച്ചത്. കൾച്ചർ മീഡിയയുടെ ആദ്യത്തെ ക്ലാസ് ആയിരുന്നു. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് MCQs നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ പ്രൈമറി പർപ്പസ് ഓഫ് കൾച്ചർ മീഡിയ ഇൻ മൈക്രോബയോളജി? എന്താണ് കൾച്ചർ മീഡിയയുടെ പർപ്പസ്? എന്താണ്? നമ്മൾ എന്തിനായി കൾച്ചർ മീഡിയ ഉപയോഗിക്കുന്നത്? അതെ, ടു സപ്പോർട്ട് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ ഇൻ വിട്രോ അല്ലെ? ഇൻ വിട്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ലബോറട്ടറിയിൽ ബാക്ടീരിയയുടെ ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അതിന് നാച്ചുറൽ ഹാബിറ്റാറ്റ് ഒരുക്കി കൊടുക്കുകയാണ് നമ്മളല്ലേ, റീക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഈ കൾച്ചർ മീഡിയ വഴി. അപ്പൊ ടു സപ്പോർട്ട് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ ഇൻ വിട്രോ. അടുത്തത്, വിച്ച് സബ്സ്റ്റൻസ് ഈസ് കോമൺലി യൂസ്ഡ് ആസ് എ സോളിഡിഫൈങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്? ആരെയാണ് നമ്മൾ സോളിഡിഫൈങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്? അതെ, അഗറിനെയാണ് നമ്മൾ സോളിഡിഫൈങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. വാട്ട് ഈസ് അഗർ പ്രൈമർലി ഡിറൈവ്ഡ് ഫ്രം? അഗർ എന്തിൽ നിന്നാണ് ഉണ്ടായത്? അതൊരു നോൺ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പോളിസാക്കറൈഡ് ആണ്, ഒബ്റ്റെയിൻഡ് ഫ്രം ദ സെൽ മെംബ്രെയിൻസ് ഓഫ് ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് റെഡ് ആൽഗെ. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. വാട്ട് ടൈപ്പ് ഓഫ് മീഡിയ ഇസ് റിഫേർഡ് ടു ആസ് ബ്രോത്ത് എന്ന് പറയുന്നത്? ഏത് മീഡിയനെയാണ് നമ്മൾ ബ്രോത്ത് എന്ന് പറയുന്നത്? അതെ, ലിക്വിഡ് മീഡിയനെയാണ് നമ്മൾ ബ്രോത്ത് എന്ന് പറയുന്നത് അല്ലെ? ലിക്വിഡ് മീഡിയനെയാണ്. വാട്ട് ഈസ് എ ടിപ്പിക്കൽ കോൺസെൻട്രേഷൻ റേഞ്ച് ഓഫ് അഗർ ഇൻ സെമി സോളിഡ് മീഡിയ? അപ്പൊ സെമി സോളിഡ് മീഡിയയിൽ അഗറിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കും എന്ന് പറഞ്ഞല്ലേ? എത്രയായിട്ട് കുറച്ചു? 0.2 to 0.5% ആണ് അഗർ ഏതില്? സെമി സോളിഡ് മീഡിയയില്. അടുത്തത്, വിച്ച് ടൈപ്പ് ഓഫ് കൾച്ചർ മീഡിയ ഈസ് യൂസ് ടു ഡെമോൺസ്ട്രേറ്റ് ബാക്ടീരിയൽ മോട്ടിലിറ്റി? അറിയാനായിട്ട് നമ്മൾ ഏത് മീഡിയ ഉപയോഗിക്കാന്ന് പറഞ്ഞു? അതേ, സെമി സോളിഡ് മീഡിയ. മുന്നേ നമ്മൾ ബാക്ടീരിയൽ മോട്ടിലിറ്റി പഠിക്കാനുള്ള ഒരു മെത്തേഡ്, ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ്. ഏത് മീഡിയ ഉപയോഗിക്കുന്നത്? സെമി സോളിഡ് മീഡിയ. വാട്ട് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ബൈഫേസിക് മീഡിയ എന്ന് പറഞ്ഞാൽ അവിടെ സോളിഡും ലിക്വിഡ് മീഡിയയും ഉണ്ട്. അടുത്തത്, വാട്ട് ഫീച്ചർ ഓഫ് അനേറോബിക് മീഡിയ സപ്പോർട്ട്സ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ റിക്വയറിംഗ് റെഡ്യൂസ്ഡ് ഓക്സിജൻ കണ്ടീഷൻ? ഓക്സിജൻ കുറവുള്ളത് ഫേവർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എന്ത് ഫീച്ചറാണ് അവിടെ നോക്കുന്നത്? അതെ, റെഡ്യൂസ്ഡ് ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. നമുക്ക് അറിയുന്നേ അല്ലെ? ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്? അപ്പൊ ഇൻകറക്റ്റ് നമ്മൾ സർക്കിൾ ചെയ്തു, വായിക്കുകയാണ്. സെലക്റ്റീവ് മീഡിയ അലോ ഫോർ ദ ഗ്രോത്ത് ഓഫ് ഓൾ ടൈപ്സ് ഓഫ് ബാക്ടീരിയ വിത്തൗട്ട് ഇൻഹിബിഷൻ. പെപ്റ്റോൺ വാട്ടർ ക്യാൻ ബി കൺസിഡർഡ് ആസ് എ കോംപ്ലക്സ് മീഡിയ. ഡിഫറൻഷ്യൽ മീഡിയ ക്യാൻ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഡിഫറെന്റ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ ദ കളർ ഓഫ് ദ കോളനീസ്. അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ എന്താ ചെയ്തത്? കറക്റ്റ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് എന്ന് എഴുതി അല്ലെ? നിങ്ങൾ എഴുതുമ്പോൾ പേപ്പറിൽ കറക്റ്റ് ഓർ ഇൻകറക്റ്റ് എന്ന് എഴുതുക. 3 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, 1, 2, 3. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കിയപ്പോൾ എന്താ തോന്നിയത്? നമുക്ക് തെറ്റാന്ന് തോന്നി, അപ്പൊ അത് റോങ് ഇട്ടു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കി, പെപ്റ്റോൺ വാട്ടർ ഒരു കോംപ്ലക്സ് മീഡിയ അല്ല, അപ്പൊ അതും റോങ് ആണ്. മൂന്നാമത്തത് ശരിയാണ്. അപ്പൊ ചോദിച്ചിരിക്കുന്നത് ഏതാണ്? ഇൻകറക്റ്റ് ആണ് അല്ലെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 1ഉം 2ഉം ആണ് ആൻസർ വരേണ്ടത്. A ആണ്. അപ്പൊ നമ്മൾ ആൻസർ നോക്കാം.
അതെ, ആൻസർ കറക്റ്റ് ആണ്. ആൻസർ 1 and 2 ആണ്. ഇങ്ങനെ വേണം നമ്മൾ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. എപ്പോഴും നമ്മൾ MCQs ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ പോസ് ചെയ്ത് വെച്ച് സ്വയം ആൻസർ കണ്ടുപിടിച്ചിട്ട് മാത്രം ആൻസർ നോക്കുക. അല്ലെങ്കിൽ അതുകൊണ്ടൊരു യൂസ് ഇല്ല കേട്ടോ. നിങ്ങൾ ക്ലാസ് നല്ല രീതിയിൽ കേൾക്കുക, അതിനുശേഷം MCQs ചെയ്യുമ്പോൾ പോസ് ചെയ്ത് വെച്ച് സ്വയം ചെയ്യാൻ നോക്കുക. പെന്നും പേപ്പറും എടുത്ത് സ്വയം. ഈവൻ സ്റ്റേറ്റ്മെന്റ് വൈസ് MCQs നമ്മൾ ഡെയിലി ഓരോ ക്ലാസ്സിൻ്റെ കൂടെയും ചെയ്യിക്കുന്നത് നിങ്ങളത് പ്രാക്ടീസ് ആവാനാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ആ ഒരു പേടി മാറും, നമുക്ക് കോൺഫിഡൻറ്റോടെ ചെയ്യാനും പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? Agar is hydrolyzed by most bacteria, which affects its effectiveness as a solidifying agent. VR fluid is an example of transport media used in microbiology. CLED agar allows for the differentiation of bacteria based on lactose fermentation. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? അപ്പോൾ ഒന്നാമത്തത് തെറ്റാണല്ലേ. അഗർ ഇസ് നോട്ട് ഹൈഡ്രോലൈസ്ഡ്. 2ഉം 3ഉം കറക്റ്റ് ആണ്. അപ്പോൾ 2ഉം 3ഉം വരുന്നത് ബി ഓപ്ഷൻ. ആൻസർ 2 and 3. ഇപ്പൊ ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കൾച്ചർ മീഡിയയുടെ ഒരു ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. ഇനി കൾച്ചർ മീഡിയയുടെ ഒരു ക്ലാസ്സും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക്